യെസ്, എല്ലാവരും വന്നു. വെരി ഗുഡ്. അപ്പൊ നമ്മൾ AGM ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും AGM മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. AGM ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും AGM മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. AGM-ത്തിൽ ആരാണ് പങ്കെടുക്കുന്നത്? യൂഷ്വലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാ. കാര്യം എന്താ? അവർക്കേ എന്തുള്ളൂ? വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അപ്പൊ അവർ പങ്കെടുത്താലേ കാര്യമുള്ളൂ. അവർ വോട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കും. ആണോ? യെസ്. എന്നാലേ ഒരു AGM-ത്തിൽ ഞാൻ വീണ്ടും പറയാണ്, 4 തീരുമാനങ്ങൾ എടുക്കാനാണ് പോകുന്നത്. ഏതൊക്കെയാ 4 തീരുമാനങ്ങൾ? ഒന്ന്, അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. മറ്റത് അപ്പോയിന്റ്മെന്റ് ഓർ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്. പിന്നെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ. പിന്നെ അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആ അഡോപ്ഷൻ എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഇത് പിന്നീട് പറഞ്ഞുതരാം, ഇതിപ്പോ നോക്കണ്ട. ഓക്കെ, ഈ 4 തീരുമാനങ്ങൾ എടുക്കാനാണ് എല്ലാ AGM-ത്തിലും പങ്കെടുക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിലേ നമ്മളുടെ കമ്പനിയുടെ ഫസ്റ്റ് AGM ആണ്. ഓക്കെ, FGM ഫസ്റ്റ് AGM. നമ്മളെ കമ്പനിയുടെ ഫസ്റ്റ് AGM. നമ്മൾ 50 മെമ്പേഴ്സും പ്രസന്റ്. AGM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയർപേഴ്സൺ ഉണ്ടാവും, സന ഉണ്ടാവും, ഡയറക്ടേഴ്സ് MD ആയ ഞാനുണ്ടാവും, ഗൗതം ഉണ്ടാവും. നമ്മൾ 3 പേരായിരിക്കും സ്റ്റേജിൽ ഇരിക്കുന്നത്. നിങ്ങൾ ചെയറിട്ട് ഇവിടെ ഇരിക്കും. മനസ്സിലായോ? നിങ്ങൾ 50 പേരും ചെയറൊക്കെ ഇട്ടിരിക്കും. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ആകാം, കുറച്ച് കൂടൊക്കെ അല്ലേ. നിങ്ങൾ വിട്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ ആദ്യത്തെ ചോദ്യം, അടുത്ത വർഷത്തേക്ക് ആര് ഡയറക്ടേഴ്സ് ആവണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഡയറക്ടർ ആവണമെന്ന് താല്പര്യമുണ്ടെന്ന്. യെസ്, ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഓർഡിനറി റെസൊല്യൂഷൻ ആണ്. അപ്പൊ എത്ര പേര് സമ്മതിക്കണം? ജസ്റ്റ് സിമ്പിൾ മെജോറിറ്റി സമ്മതിച്ചാൽ മതി. ഈവൻ ഓഡിറ്ററിന്റെ അപ്പോയിന്റ്മെന്റും ഓർഡിനറി റെസൊല്യൂഷനാ, ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഓർഡിനറി റെസൊല്യൂഷനാ, പിന്നെ അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഓർഡിനറി റെസൊല്യൂഷനാ. ഈ 4 തീരുമാനങ്ങൾ ഓർഡിനറി റെസൊല്യൂഷൻ മതി. പക്ഷെ കമ്പനിയുടെ പേര് മാറ്റണം. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരെന്താ? ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്. അത് മാറ്റിയിട്ട് പാൻ നാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് എന്നാക്കണമെന്നുണ്ട്. പാടാം. എന്തുകൊണ്ടാ? ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, ഓർഡിനറി പോരാ. അപ്പോ ഈ 4 തീരുമാനങ്ങൾ ഓർഡിനറി റെസൊല്യൂഷൻ മതി. പക്ഷെ ചില തീരുമാനങ്ങളൊക്കെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ടി വരും. ഏതൊക്കെ തീരുമാനങ്ങൾ സ്പെഷ്യൽ വേണ്ടി വരും, ഏതൊക്കെ തീരുമാനങ്ങൾ ഓർഡിനറി മതി, അത് നമുക്ക് പിന്നീട് നോക്കാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? യെസ്, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഫസ്റ്റ് AGM സ്റ്റാർട്ട് ചെയ്തല്ലോ. സ്റ്റാർട്ട് ചെയ്തപ്പോ ഓക്കെ, കറണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. ഇടയ്ക്ക് വെച്ച് സിസ്റ്റം എന്തെങ്കിലുമൊക്കെ ഹാങ് ആവുകയോ ഇങ്ങനെ വല്ല ആവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് കറണ്ട് പോയത്. ഓക്കെ, എല്ലാവരും ഞാൻ പറയുന്നത് ചോദിച്ചിരുന്നേ. ഫസ്റ്റ് AGM സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഡയറക്ടറായിട്ട് റീഅപ്പോയിന്റ്മെന്റ് കിട്ടണമെന്ന് ആഗ്രഹം. അപ്പൊ അതാണ് ഫസ്റ്റ് തീരുമാനം. ഓക്കെ, നിങ്ങളിൽ എത്ര പേര് ഞാൻ ഡയറക്ടർ ആവാൻ താല്പര്യപ്പെടുന്നു? 50 പേരുണ്ട്. അതിൽ ഒരാൾ ഞാനാ. അപ്പൊ ഞാൻ യെസ് വോട്ട് ചെയ്യും. യെസ്, നിങ്ങളിൽ കുറച്ച് പേര് യെസ് വോട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. എത്ര പേര് യെസ് വോട്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ യെസ് വോട്ട് ചെയ്യുമോ? ആർക്കും താല്പര്യമില്ലേ? ബിജിത, യെസ് വോട്ട് ചെയ്യൂ. അല്ലെങ്കിൽ വോട്ട് ചെയ്യൂ യെസ്. ആരും ഇല്ലടേ യെസ് വോട്ട് ചെയ്യാൻ. ML വോട്ട് ചെയ്തു. താങ്ക് യു ML. കുറച്ച് വോട്ട് ചെയ്തു. കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്തു. താങ്ക് യു. അങ്ങനെയാണെങ്കിലേ നമ്മൾ 50 പേരിലെ ഒരു 20 പേര് യെസ് വോട്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പൊ യെസ് വോട്ട് ചെയ്ത് എത്ര പേരാ? 20 പേര്. അപ്പൊ നോ വോട്ട് ചെയ്ത് എത്ര പേരാ? 30 പേര്. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായോ? ആൻസർ ഇല്ല, പാസ്സായില്ല. അപ്പൊ ഞാൻ ഡയറക്ടറായിട്ട് റീഅപ്പോയിന്റ്മെന്റ് കിട്ടുമോ? ഇല്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആണോ? എന്നാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. വോട്ടിംഗ് മെത്തേഡുകളുണ്ട്. ഓക്കെ, ഒരു ജനറൽ മീറ്റിംഗിൽ വോട്ടിംഗ് മെത്തേഡുകളുണ്ട്. അത് 4 എണ്ണം ഉണ്ട്. ഇതൊന്ന് വരയ്ക്കണേ നിങ്ങൾ. വോട്ടിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊന്ന് വരയ്ക്കണേ. 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വോട്ടിംഗ് മെത്തേഡ്സ് 4 എണ്ണം. 4 എണ്ണം. ആദ്യത്തത് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്. രണ്ടാമത്തത് വോട്ടിംഗ് ബൈ ഇലക്ട്രോണിക് മോഡ്. മൂന്നാമത്തത്
വോട്ടിംഗ് ബൈ പോൾ മെത്തേഡ്. നാലാമത്തത് പോസ്റ്റൽ ബാലറ്റ്. പോസ്റ്റൽ ബാലറ്റ്. വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് സെക്ഷൻ 107. ഇത് സെക്ഷൻ 108. ഇത് സെക്ഷൻ 109. ഇത് സെക്ഷൻ 110. ഓക്കെ, ജസ്റ്റ് സെക്ഷൻ എഴുതി വെച്ചോ. എഴുതിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെത്തേഡിന്റെ വോട്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ വോട്ട് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള വോട്ടിംഗ് മെത്തേഡാണ് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്. എല്ലാ തീരുമാനങ്ങളും ആദ്യം എടുക്കുന്നത് ഷോ ഓഫ് ഹാൻഡ്സിലൂടെയാണ്. ഷോ ഓഫ് ഹാൻഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 member equals 1 vote. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എത്ര പേരുണ്ട്? 50 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എത്ര വോട്ട് എണ്ണണം? 50 വോട്ട് എണ്ണണം. അപ്പൊ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ 26 പേര് യെസ് പറയണം, 24 പേര് നോ പറഞ്ഞാലും കുഴപ്പമില്ല. ആണല്ലോ, അതാണ് ഷോ ഓഫ് ഹാൻഡ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൈവക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഡയറക്ടർഷിപ്പിലോട്ടുള്ള റീ അപ്പോയിന്റ്മെന്റ് ആർക്കൊക്കെ താല്പര്യമുണ്ട് ഞാൻ കൈവക്കും ഓബിയസ്ലി. പിന്നെ എത്ര പേര് കൈവക്കും നോക്കും. അത് 26 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാവും. മനസ്സിലായോ? അപ്പൊ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരു വോട്ടിംഗ് മെത്തേഡാ. അതിൽ 1 member equals 1 vote. അതും ഇക്വിറ്റി ഷെയർ ഉള്ള മെമ്പർ ആണേ. ഇനി രണ്ടാമത്തെ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് വോട്ടിംഗ് ബൈ പോൾ മെത്തേഡ്. പോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1 share equals 1 vote. ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഒരാൾക്ക് ഒരു വോട്ടല്ല, ഒരാൾക്ക് എത്ര ഷെയർ ഉണ്ടോ അത്രത്തോളം വോട്ട് കിട്ടും. ഒരാൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തോ അത്രത്തോളം ആൾക്ക് ഷെയർ ഉണ്ട്, അത്രത്തോളം ആൾക്ക് വോട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ 1 ലക്ഷം ഷെയറില്ലേ, അതിൽ 60,000 അല്ലെങ്കിൽ 6,000 ഷെയർ, 60,000 ഷെയർ, 60,000 ഷെയർ എന്റെ കയ്യിലും 40,000 ഷെയർ ആരുടെ കയ്യില? നിങ്ങളുടെ കയ്യിലുമാണ്. ആണോ? അതിന്റെ അർത്ഥം വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് അല്ലാതെ വോട്ടിംഗ് ബൈ പോൾ മെത്തേഡ് ആണെങ്കിലേ എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം ഇല്ലാതെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റും. കാര്യം എന്റെ കയ്യിൽ 60,000 ഷെയർ ഉണ്ട്. അതിന്റെ അർത്ഥം എനിക്ക് 60,000 വോട്ട് ഉണ്ട്. നിങ്ങൾക്ക് 40,000 വോട്ടേ ഉള്ളൂ. എനിക്ക് മോർ ദാൻ മെജോറിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടി കിട്ടിയോ? യെസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെയാണ് വോട്ടിംഗ് ബൈ പോൾ മെത്തേഡിലോട്ട് പോകുന്നത്? വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ തീരുമാനം ആയതിനു ശേഷം ഏതെങ്കിലും മെമ്പേഴ്സിനെ റിക്വസ്റ്റ് ചെയ്യാം. ഒരു പെർസെന്റേജ് ഒക്കെ ഉണ്ട്, ആ പെർസെന്റേജ് ഒക്കെ പിന്നെ പറഞ്ഞുതരാം. റിക്വസ്റ്റ് ചെയ്യാം. 10% ഒക്കെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ളവർക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഷോ ഓഫ് ഹാൻഡ്സ് മെത്തേഡ് പോരാ, നമുക്ക് പോൾ മെത്തേഡ് വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്താൽ ആ എടുത്ത തീരുമാനം ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടെ ആ തീരുമാനം എടുക്കണം. എങ്ങനെ? പോൾ മെത്തേഡിൽ ഒന്നും കൂടെ ആ തീരുമാനം എടുക്കണം. അപ്പോ ഷോ ഓഫ് ഹാൻഡ്സ് മെത്തേഡിൽ ഞാൻ ജയിച്ചില്ല, ഞാൻ തോറ്റു. അപ്പൊ ഞാൻ എണീച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വോട്ടിംഗ് ബൈ പോൾ മെത്തേഡിൽ പോവാം എന്ന് പറഞ്ഞു പോയപ്പോ, പോൾ എടുത്തപ്പോ എനിക്ക് 60,000 ഷെയർ ഉണ്ട്. ഞാൻ യെസ് പറഞ്ഞു. നിങ്ങൾക്ക് 40,000. നിങ്ങൾ തോറ്റു. ഞാൻ വീണ്ടും ഡയറക്ടറായി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ശരിയാണോ? ഞാൻ പറയും ഇത് ശരിയാണ്. കാര്യം കമ്പനികളിൽ മണി ഡെമോക്രസിയാണ് നടക്കുന്നത്. കൂടുതൽ പൈസ ഇട്ട ആൾക്ക് കൂടുതൽ അവകാശങ്ങളും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം. യെസ്, മണി ഡെമോക്രസി. എന്റെ ലോ പഠിപ്പിച്ച സാർ പറഞ്ഞ വാക്കായത് മണി ഡെമോക്രസി. യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? മണി ഡെമോക്രസി, വോട്ടിംഗ് ബൈ പോൾ മെത്തേഡ്. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? ആദ്യം എല്ലാ തീരുമാനവും എങ്ങനെ എടുക്കുന്നത് ഗൈസ്? ഷോ ഓഫ് ഹാൻഡ്സിലൂടെ. ചില മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? പോൾ ഡിമാൻഡ് ചെയ്യാം. പോൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ 10% ഷെയർ എങ്കിലും ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ. അപ്പം 1 lakh ഷെയർ ആണെങ്കിൽ 10,000 ഷെയർ എങ്കിലും ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കും. എനിക്ക് 10,000 ഉണ്ട്, എനിക്ക് 60,000 ഉണ്ട്. അപ്പൊ എനിക്ക് പോൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദിച്ചാൽ പോളിലോട്ട് പോയാൽ പോൾ പ്രകാരമായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ തന്നെ ഒറ്റയ്ക്ക് അപ്പോയിന്റ് ചെയ്യും. കാര്യം എല്ലാ ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡിനറി റെസൊല്യൂഷനാ.
എന്റെ കയ്യിൽ മോർ ദാൻ ഹാഫ് ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട് എല്ലാ ഓർഡിനറി റെസൊല്യൂഷൻ ഞാൻ തന്നെ പാസ്സാക്കി, ഞാൻ തന്നെ വോട്ട് ചെയ്യും, ഞാൻ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. നിങ്ങൾ എല്ലാവരും നോ പറഞ്ഞാലും ഞാൻ ജയിക്കൂടെ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയ എല്ലാവർക്കും? ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? യെസ്. എല്ലാവർക്കും മനസ്സിലായ? യെസ്. അങ്ങനെയാണെങ്കിലേ കമ്പനിയുടെ പേരില്ലേ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് എന്ന, അത് മാറ്റിയിട്ട് നിമിത്ത് എയർലൈൻസ് ലിമിറ്റഡ് എന്നാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. പക്ഷെ ഇവിടെ നെയിം ചേഞ്ച് ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? എനിക്ക് 60,000 ഷെയർസേ ഉള്ളൂ, ദാറ്റ് ഇസ് 60% ആയതേ ഉള്ളൂ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ആണെങ്കിൽ 75 വേണം. അതിന്റെ അർത്ഥം ഒരു 15% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും കൂടെ എന്റെ കൂടെ നിന്നാലേ സംഭവം നടക്കത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും എനിക്ക് അഗെയിൻസ്റ്റ് നിന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫെയിൽ ആകും, പാസ്സാകില്ല. പാസ്സാകാത്തത് കൊണ്ട് പേര് പഴയത് തന്നെ. ഇനി ചില റെസൊല്യൂഷൻ എങ്ങനെയാണ്? യുനാനിമസ്, എല്ലാവരും യെസ് പറയണം. അവിടെ ഒരാളെങ്കിലും നോ പറഞ്ഞാൽ പോയി, അത് ഫെയിലായി. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്. യെസ് ഗൈസ്, ഈ വന്ന അതായത് ഫസ്റ്റ് ഏജ്യത്തില് ഞാൻ വീണ്ടും എന്നെ തന്നെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു. സനേനെയും ഗൗതമിനെയും വീണ്ടും ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തു. കാര്യം എന്റെ കയ്യിലായിരുന്നു ഫുൾ വോട്ട് ഇരിക്കുന്നത്, മെജോറിറ്റി വോട്ട് ഇരിക്കുന്നത്. അപ്പൊ ഓർഡിനറി റെസൊല്യൂഷൻ ഞാൻ പാസ്സാക്കി. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? അങ്ങനെയാണെങ്കിലേ അടുത്ത വർഷം, ഇത് 2023-24 ഏജ്യമാണ്, 24-25 ഏജ്യത്തില് വീണ്ടും ഞാൻ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു. എനിക്ക് ഗൗതത്തിന്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ശംഭുവിനെ അപ്പോയിന്റ് ചെയ്തു. അടുത്ത വർഷമായി, എനിക്ക് സനിയുടെ ശംഭുവിന്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, അങ്ങനെ ഞാൻ ഗൗരിനെയും മേഘനെയും അപ്പോയിന്റ് ചെയ്തു. മനസ്സിലായി? എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാം. കാര്യം ഓർഡിനറി റെസൊല്യൂഷൻ അല്ല എന്റെ കയ്യിലായിരിക്കുന്നത്, മെജോറിറ്റി വോട്ട് ഉള്ളതുകൊണ്ട്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? അപ്പൊ ഞാനാണ് കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. കാര്യം എനിക്ക് മെജോറിറ്റി ഷെയർ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം ഓർഡിനറി റെസൊല്യൂഷൻ അല്ല ഞാൻ എടുക്കും. മിക്ക തീരുമാനങ്ങളും ഓർഡിനറി റെസൊല്യൂഷൻ. ഈ ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഓർഡിനറി റെസൊല്യൂഷനാണ്. ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുകയാണോ കമ്പനീനെ കൺട്രോൾ ചെയ്യുക? അപ്പോയിന്റ് ചെയ്ത് ഞാനാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ അവരെ അടുത്ത ഏജ്യത്തിൽ പുറത്താക്കും. അണ്ണാ ടാറ്റ ബൈ ബൈ പൊയ്ക്കോ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, ജിബോ എന്ന് പറയും. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടിംഗ് മെത്തേഡ്സ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോട്ടിംഗ് മെത്തേഡ്സ് ഇനി ഡീറ്റെയിൽ ആയിട്ട് അതവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഇലക്ട്രോണിക് മോഡും പോസ്റ്റൽ ബാലറ്റും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഏത് ഞാൻ പറഞ്ഞു തന്നു? ഏജിയം ഞാൻ പറഞ്ഞു തന്നു, സബ്സീക്വന്റ് ഏജിയം, പിന്നെ ഫസ്റ്റ് ഏജിയം. ഈജിയം ഞാൻ പറഞ്ഞു തന്നില്ല, ഈജിയം സമയമാകുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? റെസൊല്യൂഷൻസ് 3 ടൈപ്പ് ഉണ്ട്, സ്പെഷ്യൽ, ഓർഡിനറി, യുനാനിമസ്. അത് മനസ്സിലായല്ലോ. പിന്നെ മീറ്റിംഗ്സ് 4 ടൈപ്പ് ഉണ്ട്. ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ജനറൽ മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഏത് മീറ്റിംഗ് ഉണ്ട്? ക്ലാസ് മീറ്റിംഗും ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് ആണ് ഏജിയമും ഈജിയമും. അത് മനസ്സിലായല്ലോ. ഇനി ബോർഡ് മീറ്റിങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയൊരു സബ്സിക്വന്റ് പേജ് ഒന്നുകൂടെ കാണിക്കാം. സബ്സിക്വന്റ് എന്താടാ? സബ്സിക്വന്റ് ഏജിയം ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പറഞ്ഞോ? സബ്സിക്വന്റ് എന്താടാ? സബ്സിക്വന്റ് ഏജിയമോ? നിനക്ക് ഡൗട്ട് ഉണ്ടോ ശംഭു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. മൈക്കോൺ ചെയ്ത് ചോദിച്ചോടാ. സബ്സിക്വന്റ് ഏജിയം എവിടെയൊക്കെയാടാ ഞാൻ എഴുതിയത്? ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ എഴുതുന്നു, അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. എവിടെയാണ് ഇതാണ് സബ്സിക്വന്റ് ഏജിയം? 6 months ഇതല്ലേടാ സബ്സിക്വന്റ് ഏജിയം? 6 months ഫ്രം ദി എൻഡ് ഓഫ് ദ സബ്സിക്വന്റ് ഫിനാൻഷ്യൽ ഇയർ. എന്താ ഡൗട്ട്? ഇതാണോടാ? 9-6 മറക്കരുത്. 9-6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നെഹി. അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പ്രിഫറൻസ് ഷെയർ ഇൻവിറ്റി അത് ഞാൻ പറഞ്ഞുതരാം. 15 months എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. 2 ഏജ്യത്തിന്റെ ഗ്യാപ്പ് 15 മാസത്തിന് മേളിൽ പോയത്, അത് ഞാൻ പറഞ്ഞുതരാം. 9 + 6 15 എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 2 ഏജ്യത്തിന്റെ ഗ്യാപ്പ് 15 മാസത്തിന് മേളിൽ പോയത്. അപ്പൊ ഒരു ഏജ്യം നടന്നാൽ അടുത്ത 15 മാസത്തിനുള്ളിൽ അടുത്ത ഏജ്യം നടത്തിയേ പറ്റൂ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഏജ്യം ഷുഡ് നോട്ട് എക്സീഡ് 15 months. അതാണത്. അത് ഞാൻ ഏജ്യം ഡീറ്റെയിൽ ആയിട്ട് എത്തുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു ഓവറോൾ ഐഡിയ തരാം. അതായത് നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് മുന്നിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മുന്നിലോട്ട് പോകണം, ഇല്ലേ മനസ്സിലാവത്തില്ല.
ഞാൻ AGM അന്ന് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ആ വ്യക്തത കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബേസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കമ്പനീസ് ആക്ടിന്റെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ എളുപ്പം. ബേസ് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയറും പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ബോർഡ് മീറ്റിങ്ങിനെ പറ്റി ഒരു കാര്യം പറയാൻ പോവാ. ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ടേഴ്സ് പങ്കെടുക്കുന്ന മീറ്റിംഗ്. ഞാനുണ്ട്, സനയുണ്ട്, ഗൗതം ഉണ്ട്. നമ്മൾ മൂന്നുപേരും പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ്. സ്മോൾ കമ്പനി അല്ലാത്ത കമ്പനികളല്ല, OPCയും സ്മോൾ കമ്പനി ഒന്നും അല്ലാത്ത കമ്പനികളല്ല, വർഷത്തിൽ 4 തവണയെങ്കിലും ബോർഡ് മീറ്റിംഗ് നടത്തിയേ പറ്റൂ. അതാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, ഫൈനലി പഠിക്കാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എല്ലാ വർഷവും ഒരു 4 തവണ ബോർഡ് മീറ്റിംഗ് നടത്തണം. സ്മോൾ കമ്പനി ആണെങ്കിൽ 2 തവണ മതി. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 4 തവണ ബോർഡ് മീറ്റിംഗ് നടത്തണ്ടേ? അപ്പൊ നമ്മൾ മൂന്നുപേരും പങ്കെടുക്കുന്ന മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ ഒറ്റ ടൈപ്പേ ഉള്ളൂ. ഏതാണെന്നറിയോ? ബോർഡ് റെസൊല്യൂഷൻ. ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഡയറക്ടേഴ്സിന്റെ തീരുമാനം. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഒറ്റ ടൈപ്പ് റെസൊല്യൂഷനേ ഉള്ളൂ ബോർഡ് മീറ്റിംഗിൽ. എന്താ അത്? ബോർഡ് റെസൊല്യൂഷൻ. ബോർഡ് റെസൊല്യൂഷൻ മെജോറിറ്റി ഡയറക്ടേഴ്സിന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിലേ ഞാനുണ്ട്, സനയുണ്ട്, ഗൗതമുണ്ട്. ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ യെസ് പറഞ്ഞു, സനയും യെസ് പറഞ്ഞു, ഗൗതം നോ പറഞ്ഞു. ആ തീരുമാനം പാസ്സാവും. കാര്യം 3/2 എന്ന് പറയുന്നത് മെജോറിറ്റിയാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ 4 പേര് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്, 2 പേര് യെസ് പറഞ്ഞു, 2 പേര് നോ പറഞ്ഞു, അപ്പൊ ടൈ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ചെയർ വുമൺ അല്ലെങ്കിൽ ചെയർ പേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിക്ക് ഒരു എക്സ്ട്രാ വോട്ട് ഇടാനുള്ള അധികാരം കിട്ടും. അതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വോട്ട്. മനസ്സിലായോ? അത് ഇൻ ഓർഡർ ടു ബ്രേക്ക് എ ടൈ, ഇൻ ദി ഇവന്റ് ഓഫ് എ ടൈ. അപ്പം ചെയർമാൻ ഓട്ടോമാറ്റിക്കലി 2 വോട്ട് കിട്ടത്തില്ല. ടൈ ഉണ്ടെങ്കിൽ മാത്രം ചെയർമാൻ അല്ലെങ്കിൽ ചെയർ വുമൺ അല്ലെങ്കിൽ ചെയർ പേഴ്സൺ ഒരു എക്സ്ട്രാ വോട്ട് ഇടാനുള്ള അധികാരം കിട്ടും. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞതും മനസ്സിലായോ? 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 യെസ് യെസ് ഗൈസ്, മനസ്സിലായോ? യെസ്, മനസ്സിലായെങ്കിൽ അടുത്തതിലോട്ട് ഞാൻ പോവാൻ പോയാണ്. നമ്മൾ ഹോൾഡിംഗ് സബ്സിഡറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, അതിലോട്ട് തിരിച്ചു പോവുകയാണ്. പ്രിഫറൻസ് ഷെയർ ഒക്കെ പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാവുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ഹോൾഡിംഗ് സബ്സിഡറി കമ്പനിയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ചോദ്യം ഇതാണ്, എപ്പോഴാണ് ഒരു കമ്പനി ഹോൾഡിംഗും മറ്റേ കമ്പനി സബ്സിഡറി ആവുന്നതെന്ന്. ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ആർട്ടിഫിഷ്യൽ ആണെന്നേ, പക്ഷെ പേഴ്സണാണ്. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും ഒരു കമ്പനിക്കും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാം, അതേപോലെ വേറൊരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ ഷെയർ മേടിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിലെ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, നമ്മളെ കമ്പനിയിൽ 1 ലക്ഷം ഷെയർ ഇല്ലേ? യെസ്. ഈ 1 ലക്ഷം ഷെയറിന്റെ 60% ആയ 60,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ആരാന്നറിയോ? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ബാക്കി 40% മാത്രമാണ് നമ്മൾ 50 പേരുടെ കയ്യിൽ. ചോദ്യം, എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ കമ്പനിയിൽ? എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളുടെ കമ്പനിയിൽ? എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളുടെ കമ്പനിയിൽ? എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ കമ്പനിയിൽ? എത്ര മെമ്പേഴ്സ് ഉണ്ട്? പറയൂ. നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? പെട്ടെന്ന് പറ. സമയം പെട്ടെന്ന് പറ. നമ്മളെ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? യെസ്, റെക്കോർഡിംഗ് കേൾക്കുന്നവർ ഉറക്കെ പറ. 51 മെമ്പേഴ്സ് ഉണ്ട്. കാര്യം, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1 മെമ്പർ, നമ്മളെല്ലാവരും കൂടെ 50, അങ്ങനെ 51 മെമ്പേഴ്സ്. അപ്പൊ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ മെമ്പർ ആവാൻ പറ്റുമോ? പറ്റും. എന്ത് മേടിച്ചാൽ മതി? ഷെയർ മേടിച്ചാൽ മതി. ഷെയർ മേടിക്കുമ്പോൾ എന്ത് കൊടുക്കും? കൺസെന്റ് കൊടുക്കും. എന്താകാൻ? മെമ്പർ ആകാൻ. അങ്ങനെ എന്താവും? മെമ്പർ ആകും. മനസ്സിലായോ? അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നമ്മളെ കമ്പനിയുടെ എന്താ? മെമ്പറാ. എല്ലാവർക്കും പറഞ്ഞ് പിടികിട്ടിയോ? യെസ്, എല്ലാവർക്കും പറഞ്ഞ് പിടികിട്ടിയോ? യെസ്, പിടികിട്ടിയെങ്കിൽ ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളുടെ കമ്പനിയുടെ AGM ആരൊക്കെ അറ്റൻഡ് ചെയ്യും? നമ്മൾ 50 പേരും പ്ലസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ, എങ്ങനെ അറ്റൻഡ് ചെയ്യും? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലെ ഏതെങ്കിലും ഒരു ഡയറക്ടർ വരും നമ്മളുടെ AGM അറ്റൻഡ് ചെയ്യാൻ. മനസ്സിലായോ? അത് ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഏതെങ്കിലും ഒരു ഡയറക്ടർ വരും നമ്മളെ കമ്പനിയുടെ AGM അറ്റൻഡ് ചെയ്യാൻ. അയാൾ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് എല്ലാ ഓർഡിനറി റെസൊല്യൂഷനും പുള്ളി തന്നെ പാസ് ചെയ്യും. എന്തുകൊണ്ടാ? എവരുടെ 60% വോട്ടിംഗ് റൈറ്റ് ഉണ്ട്.
അപ്പം വോട്ടിംഗ് ബൈ പോൾ മെത്തേഡിൽ ഷോ ഓഫ് ഹാൻഡ്സ് അല്ല, ഷോ ഓഫ് ഹാൻഡ്സിൽ 1 മെമ്പർ 1 വോട്ടാ. പോൾ മെത്തേഡിൽ ഇവര് ഡോമിനേറ്റ് ചെയ്ത് എല്ലാ ഡയറക്ടേഴ്സിനെയും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചൂസ് ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയോ? ഡയറക്ടേഴ്സ് ആയിട്ട് വൈഷ്ണവിനെ ചൂസ് ചെയ്തു, അശ്വിനെ ചൂസ് ചെയ്തു, ഒരാളുടെ പേര് ആലോചിക്കുന്ന ഒരു സെക്കൻഡ്, ക്ലാസ്സിലുള്ള സ്വാഹനെ ചൂസ് ചെയ്തു. മനസ്സിലായോ? വാറ്റായി, വാല്യൂ ആഡ് ടൈം. ശരി, 3 പേരെ ചൂസ് ചെയ്തു. മനസ്സിലായോ? ചൂസ് ചെയ്തിട്ട് അവർ പോയി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് മെജോറിറ്റി വോട്ടിംഗ് പവർ ഉള്ളതുകൊണ്ട്, അവരാണ് മെജോറിറ്റി ഷെയർസ് ഉള്ളതുകൊണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉള്ളതുകൊണ്ട് മെജോറിറ്റി വോട്ടിംഗ് റൈറ്റ് അവർക്കായി. അവരായിരിക്കും ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. അവർ ചൂസ് ചെയ്തിട്ട് പോയി. ചൂസ് ചെയ്തിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പറയുന്ന പോലെ ഈ ഡയറക്ടേഴ്സ് അനുസരിച്ചില്ലെങ്കിൽ അടുത്ത ഏജത്തില് ഈ അണ്ണന്മാരെയൊക്കെ ഇവർ പുറത്താക്കും. എന്നിട്ട് പറഞ്ഞ അനുസരിക്കുന്ന ആൾക്കാരെ ഡയറക്ടേഴ്സ് ആയിട്ട് നിയമിച്ചിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നമ്മളുടെ കമ്പനീനെ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ ഹോൾഡിംഗ് കമ്പനിന്നും നമ്മളുടെ കമ്പനീനെ സബ്സിഡറി കമ്പനിന്നും വിളിക്കും. മനസ്സിലായോ? 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 മനസ്സിലായടാ? ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് വരുന്ന ഒരു രീതി എങ്ങനെയാ? വെൻ വൺ കമ്പനി, ഇവിടെ എക്സാമ്പിളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കൺട്രോൾസ് ഓർ എക്സസൈസസ് എന്ന് വരും കേട്ടോ. മോർ ദാൻ 1/2, ഹാഫിനെയും കാട്ടി കൂടുതൽ, മോർ ദാൻ, കറക്റ്റ് 50% കൺട്രോൾ ചെയ്യുക. കാര്യമില്ല, ഓർഡർ റെസൊല്യൂഷൻ പാസ്സാവില്ല, മോർ ദാൻ ഹാഫ് വേണം. മനസ്സിലായോ? മോർ ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ് ഓഫ് അനദർ കമ്പനി. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നമ്മളുടെ എന്താ? ഹോൾഡിംഗ് കമ്പനി. നമ്മളെന്താ? സബ്സിഡറി കമ്പനി. അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സബ്സിഡറി എന്ന് വിളിച്ചാൽ നമ്മളുടെ കമ്പനി ഓ എന്ന് വിളിക്കും. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയ? യെസ്, തീർന്നിട്ടില്ല. വേറെ 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ രണ്ടാമത്തത് കണ്ടോ? ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് ആവുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു രീതിനകത്തും ചില എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അത് ഞാൻ കുറച്ചു നേരം പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കണേ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ വട്ടത്തെ എക്സാമിന്, അതായത് ഈ ഇപ്പൊ റിസൾട്ട് വന്ന എക്സാമിന് ചോദിച്ച ചോദ്യം ഹോൾഡിംഗ് സബ്സിഡറി ബേസ് ചെയ്തിട്ടും സെക്ഷൻ 19 ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യമാണ്. അത് നല്ലോണം കമ്പൈൻ ചെയ്തൊരു നല്ലൊരു ചോദ്യം ചോദിച്ചു. യെസ്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ മാർക്ക് കിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എഴുതിയത്? ഹോൾഡിംഗ് സബ്സിഡറിയും പിന്നെ സെക്ഷൻ 19 വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓർമ്മയുണ്ടോ? കുഴപ്പമില്ല, ഓർമ്മയില്ലെങ്കിൽ എഴുതിയ എക്സാമിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞുതരാം. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ, when one company controls the composition of board of directors of another company. എന്താണ് ഈ പറയുന്നത്? ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ എക്സാമ്പിൾ ഒക്കെ മറന്നുതരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഇപ്പൊ പഴയതുപോലെ 1 ലക്ഷം ഷെയർ ഉണ്ട്, 60,000 എന്റെ കയ്യിൽ, 40,000 നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. നമ്മളെ കമ്പനിയുടെ പേരെന്താ? ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്. നമ്മളെ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? എയർലൈൻസ് ബിസിനസ്സാണ് ചെയ്യുന്നത്. എയർലൈൻസ് ബിസിനസ് ചെയ്യുന്ന നമ്മളുടെ കമ്പനിക്ക് എയ്റോപ്ലെയിൻസ് വേണം. എയ്റോപ്ലെയിൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒന്നും നടക്കത്തില്ല. ആണോ അല്ലയോ? ലോകത്ത് എയ്റോപ്ലെയിൻസ് ഉണ്ടാക്കുന്ന 2 കമ്പനീസ് ഉണ്ട്, ഫേമസ് എന്ന് വെച്ചാൽ ഈ പാസഞ്ചർ എയർലൈൻസ് ഉണ്ടാക്കുന്നത്. അവർ പാസഞ്ചർ മാത്രമല്ല വേറെ പലതും ഉണ്ടാക്കുന്നു, ബട്ട് പാസഞ്ചർ എയർലൈൻസ് ഉണ്ടാക്കുന്ന 2 ഫേമസ് കമ്പനികളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, എയർബസ് എന്ന് പറയുന്ന യൂറോപ്യൻ കമ്പനി. 2 കമ്പനീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചിലവർ യാത്ര ചെയ്തത് എയർബസിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ബോയിങ്ങിലായിരിക്കാം. ആണോ? അങ്ങനെയാണെങ്കിലേ ഒരു എയർലൈനിന്, അതായത് ഒരു പാസഞ്ചർ എയർലൈനിന് 600 കോടി രൂപയൊക്കെ ആവും ഒരെണ്ണത്തിന്. ഓക്കെ, 600 കോടി അടുപ്പിച്ചാവും. അങ്ങനെയാണെങ്കിലേ നമുക്ക് 10 എണ്ണം വേണം. 10 എണ്ണം വേണമെങ്കിൽ എത്ര രൂപയാവും?
6000 കോടി രൂപയാവും. ആണോ? അപ്പൊ നമ്മളെ കമ്പനി എയർബസ് എന്ന് പറയുന്ന എയർലൈൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ 10 എയർലൈൻസ് വേണം. ചേട്ടാ അല്ല, മനസ്സിലായല്ലോ, 10 എയർലൈൻസ് വേണം. ഇപ്പം എയർബസിലെ അണ്ണം പറഞ്ഞു 6000 കോടി രൂപയാവും. ഓക്കെ, അപ്പൊ നമ്മളെ കമ്പനി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ക്രെഡിറ്റ് പീരീഡിൽ അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോ 6000 കോടി രൂപ റൊക്കം എടുക്കാനില്ല, ക്രെഡിറ്റ് പീരീഡിൽ ബാക്കി പയ്യെ ആയിട്ട് അടയ്ക്കാണ്. പക്ഷെ ഈ 6000 കോടി രൂപ ഒരു വലിയൊരു എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് ആണോ? ഭയങ്കര വലിയ എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഈ എയർബസിന് ടെൻഷൻ ഉണ്ടാവും. ഈശ്വര, ഇവന്മാര് ബിസിനസ് നല്ലോണം ചെയ്തില്ലെങ്കിൽ ഇവരെന്താവും? ഇൻസോൾവെന്റ് ആവും. ലോസ് ഒക്കെ ആയി ഇൻസോൾവെന്റ് ആവും. ഇൻസോൾവെന്റ് ആയാൽ ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. അവസാനം അസറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, കമ്പനിക്ക് അസറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്ന ആർക്കൊരു പേടി? എയർബസിനൊരു പേടി. മനസ്സിലായോ? അപ്പൊ എയർബസ് ഒരു കണ്ടീഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നമ്മൾ 10 എയർലൈൻസ് തരാം, 6000 കോടി രൂപ നിങ്ങൾ 5 വർഷമായിട്ട് അടച്ചു തീർത്താൽ മതി, കുഴപ്പമില്ല, നിങ്ങൾക്ക് തരാം. അല്ലെ 6 വർഷമായിട്ട് അടച്ചു തീർത്താൽ മതി, നിങ്ങൾക്ക് തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ കമ്പനിയുടെ മെജോറിറ്റി ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതായത് എയർബസ് എന്ന് പറയുന്ന കമ്പനി അപ്പോയിന്റ് ചെയ്യും നമ്മളുടെ കമ്പനിയിലെ മെജോറിറ്റി ഡയറക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കമ്പനിയിൽ 10 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ഡയറക്ടേഴ്സ് ആയിരിക്കും എയർബസ് അപ്പോയിന്റ് ചെയ്യുന്നത്? 6 ഡയറക്ടേഴ്സ്, മെജോറിറ്റി. മനസ്സിലായോ? അത് AGP വന്നിട്ടൊന്നുമല്ല, അല്ലാതെ അങ്ങ് അപ്പോയിന്റ് ചെയ്യും. അവർ AGP വരത്തില്ല. കാര്യം എന്താ? അവർ മെമ്പർ ഒന്നുമല്ല. പക്ഷെ ഈ കോൺട്രാക്ട് പ്രകാരം, സെയിൽ കോൺട്രാക്ട് പ്രകാരം അവർക്ക് എന്ത് കിട്ടുന്നു? മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരം കിട്ടുന്നു. അത് അവർ ഉപയോഗിക്കും. എന്നിട്ട് 6 ഡയറക്ടേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്യും. മനസ്സിലായോ? ബാക്കി 4 നമ്മൾ AGP അപ്പോയിന്റ് ചെയ്ത ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബോർഡ് മീറ്റിംഗിൽ എടുക്കുന്ന ബോർഡ് റെസൊല്യൂഷൻ എപ്പോഴും മെജോറിറ്റി ഡയറക്ടേഴ്സിന്റെ ഒപ്പീനിയനാണ്. മെജോറിറ്റി ഡയറക്ടേഴ്സ് എയർബസിന്റെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എയർബസ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നമ്മളെ കമ്പനിയിൽ. എയർബസിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. 6 ഡയറക്ടേഴ്സ് അവരുടെ 10. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എയർബസ് എന്ന് പറഞ്ഞ കമ്പനി നമ്മളെ കൺട്രോൾ ചെയ്യുക, നമ്മളെ കമ്പനിയെ കൺട്രോൾ ചെയ്യുക. അപ്പൊ എയർബസ് എന്ന് പറഞ്ഞ കമ്പനി നമ്മളുടെ കമ്പനിയുടെ ഹോൾഡിങ്ങും നമ്മളുടെ കമ്പനി സബ്സിഡറി ആയിട്ട് മാറും. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? ഇത് വെച്ചാണ് കഴിഞ്ഞ തവണ എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചത്. മനസ്സിലായടാ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ഗൈസ്? എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ആ 2 കണ്ടീഷൻ, ഹോൾഡിംഗ് സബ്സിഡറി ആവുന്ന 2 കണ്ടീഷൻ. ഓർ ആണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ എന്താവും? ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് വഴി. മനസ്സിലായോ? എന്നാലേ ഞാൻ ഇനി കുറെ എക്സാമ്പിൾസ് തരാൻ പോയാണേ. ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പറയണേ. മനസ്സിലായോ? ഈ കൺട്രോളിംഗ് ഈ കോമ്പോസിഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എണ്ണം. അപ്പൊ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാർ എന്നുള്ള രീതിയിലാണ്. കോമ്പോസിഷന്റെ മലയാളം എണ്ണം എന്നാണ് കേട്ടോ. എണ്ണം. ഇങ്ങനെയാണോ? എണ്ണം. ചുമ്മാ എഴുതുക, എണ്ണം. ഓക്കെ, എനിക്കറിയില്ല, വിട്ടെ. അപ്പൊ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എണ്ണം എന്നാണേ. അങ്ങനെയാണെങ്കിലേ കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനെയും റിമൂവ് ചെയ്യാനുള്ള അധികാരം. ഇതിനെയാണ് കൺട്രോളിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? കൺട്രോളിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാനോ അധികാരം, അല്ലെങ്കിൽ മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനുള്ള അധികാരം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ ചില എക്സാമ്പിൾസ്. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ഓക്കെ, യെസ്. വൈ ലിമിറ്റഡിൽ 10 ലക്ഷം ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർസ്. ഇതിൽ 6 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് എക്സ് ലിമിറ്റഡാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എക്സ് ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി ആകും, വൈ ലിമിറ്റഡ് സബ്സിഡറി ആകും. കാര്യം എന്താ?
10 ലക്ഷം ഇക്വിറ്റി ഷെയറിന്റെ മെജോറിറ്റി വോട്ടിംഗ് റൈറ്റ്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വോട്ടിംഗ് റൈറ്റ് ആണ് നോക്കണ്ടേ, വോട്ടിംഗ് റൈറ്റ് ആണ് നോക്കണ്ടേ. മെജോറിറ്റി വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ ആ കൺട്രോളിംഗ് കമ്പനി ഹോൾഡിംഗ് കമ്പനി, മറ്റേ കമ്പനി സബ്സിഡറി ആവും. മനസ്സിലായോ? വോട്ടിംഗ് റൈറ്റ് ആ പറയുന്നത്, അല്ലാതെ എന്തല്ല പറയുന്നത്, ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത്. വോട്ടിംഗ് റൈറ്റ് ആ പറയുന്നത്. When does one company become holding company? When that company controls or exercises more than 1/2 of the total voting right. വോട്ടിംഗ് റൈറ്റ് ആണ്. മനസ്സിലായോ? ഇക്വിറ്റി ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇത് ഇക്വിറ്റി ഷെയർ ആയിട്ട് ഞാൻ എഴുതിയത്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിലേ ഇനി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ഇസഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ഞാൻ എന്താ വരച്ചെന്ന് മനസ്സിലായോ? എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, ഇസഡ് ലിമിറ്റഡ്, എ ലിമിറ്റഡ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. എക്സ് ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയാണ്. ആരുടെ എന്ന് വെച്ചാൽ വൈ ലിമിറ്റഡിന്റെ. അപ്പൊ വൈ ലിമിറ്റഡ് എന്താ? സബ്സിഡറി. പക്ഷെ വൈ ലിമിറ്റഡ് ഒരു ഹോൾഡിംഗ് കമ്പനിയാ. ആരുടെ ആണെന്നറിയോ? ഇസഡ് ലിമിറ്റഡിന്റെ. അപ്പൊ ഇസഡ് ലിമിറ്റഡ് എന്താ? സബ്സിഡറി. പക്ഷെ ഇസഡ് ലിമിറ്റഡ് എന്താണെന്നറിയോ? ഹോൾഡിംഗ് കമ്പനിയാ. ആരുടെ? എ ലിമിറ്റഡിന്റെ. അപ്പൊ എ ലിമിറ്റഡ് എന്താ? സബ്സിഡറി. ഇതിനെയാണ് നമ്മൾ ചെയിൻ ഹോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ചെയിൻ ഹോൾഡിംഗ്, ചെയിൻ ഹോൾഡിംഗ്, ചെയിൻ ഹോൾഡിംഗ്, ചെയിൻ ഹോൾഡിംഗ്. ഇതൊരു ചെയിൻ ആയിട്ട് പോകുന്നുണ്ടോ? യെസ്. ഇത് ഫസ്റ്റ് ലെയർ ഓഫ് സബ്സിഡറി. ഇത് സെക്കൻഡ് ലെയർ ഓഫ് സബ്സിഡറി. ഇത് തേർഡ് ലെയർ ഓഫ് സബ്സിഡറി. മനസ്സിലായോ? ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. എന്നാലേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം 2 ലെയറിന്റെ മേളിൽ പോകാൻ, താഴെ പോകാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഇത് സാധിക്കില്ല. അണ്ടർസ്റ്റുഡ്? 2 ലെയറേ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ഇത് എവിടം വരെ പോത്തുള്ളൂ? സെഡ് ലിമിറ്റ് വരെ പോത്തുള്ളൂ. മനസ്സിലായോ? 2 ലെയറേ പറ്റത്തുള്ളൂ. അതിന്റെ താഴെ പോകാൻ പറ്റില്ല. ചെയിൻ ഹോൾഡിംഗ് വരുമ്പോ 2 ലെയറേ പറ്റത്തുള്ളൂ. അണ്ടർസ്റ്റുഡ്? പക്ഷെ ഒരു ലെയറിനകത്ത് എത്ര സബ്സിഡറീസ് വേണമെങ്കിലും ആകാം. അതിന്റെ അർത്ഥം എക്സ് ലിമിറ്റഡിന് വേറൊരു സബ്സിഡറി ഉണ്ട്, എം ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന് വേറൊരു സബ്സിഡറി ഉണ്ട്, എൻ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന് വേറൊരു സബ്സിഡറി ഉണ്ട്, പി ലിമിറ്റഡ്. കുഴപ്പമില്ല. വൈ ലിമിറ്റഡിന് വേറൊരു സബ്സിഡറി ഉണ്ട്, ക്യൂ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന് വേറൊരു സബ്സിഡറി ഉണ്ട്, ജെ ലിമിറ്റഡ്. കുഴപ്പമില്ല. അപ്പൊ വൈ ലിമിറ്റഡിന് എത്ര സബ്സിഡറി ഉണ്ട്? ജെ, ഇസഡ്, ക്യൂ. എക്സ് ലിമിറ്റഡിന് എത്ര സബ്സിഡറി ഉണ്ട്? പി ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, വൈ ഉണ്ട്. ഓക്കെ, പ്ലസ് ഇവരെല്ലാരും ഉണ്ട്. അതിന്റെ റീസൺ എന്താണെന്നറിയോ? നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറി നിങ്ങളുടെയും സബ്സിഡറി. ഞാനിപ്പോ എന്താ പറഞ്ഞേ? നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറി നിങ്ങളുടെയും സബ്സിഡറി. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ബാക്കി എല്ലാം വായിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ മായ്ക്കാണ് എല്ലാ റിവേഴ്സ് പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എക്സിന്റെ സബ്സിഡറി ആരാ? എക്സിന്റെ സബ്സിഡറി ആരാ? വൈ. വൈന്റെ സബ്സിഡറി ആരാ? ഇസഡ്. എന്നാലേ എക്സിന് 2 സബ്സിഡറി ഉണ്ട്, വൈയും ഉണ്ട്, ഇസഡും ഉണ്ട്. അതിന്റെ അർത്ഥം അതെന്തുകൊണ്ടാ? നിങ്ങളെന്ന് പറയുന്ന എക്സ് ലിമിറ്റഡിന്റെ സബ്സിഡറിയുടെയും സബ്സിഡറി നിങ്ങളുടെയും സബ്സിഡറി. അപ്പൊ എക്സ് ലിമിറ്റഡിന്റെ സബ്സിഡറി വൈ, വൈ ലിമിറ്റഡിന്റെ സബ്സിഡറി ഇസഡ്. അപ്പൊ വൈ ലിമിറ്റഡിന് ഏതൊക്കെ സബ്സിഡറീസ് ഉണ്ടോ അത് എക്സ് ലിമിറ്റഡിന്റെയും സബ്സിഡറീസ്. മനസ്സിലായോ? നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറീസ് നിങ്ങളുടെ സബ്സിഡറി. പറഞ്ഞു പിടിയോ? നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറീസ് നിങ്ങളുടെ സബ്സിഡറി. മനസ്സിലായോ? മനസ്സിലായോ?
മനസ്സിലായടാ? നിങ്ങളെ സബ്സിഡറി ആരാണ്? മനസ്സിലായോ? അതോ കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെ സബ്സിഡറി നിങ്ങളെ സബ്സിഡറി. മനസ്സിലായോ? ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം ഹോൾഡിംഗ് സബ്സിഡറിയുടെ. ഇത് ഇന്ത്യൻ കമ്പനീസ് ഒന്നും അല്ല, അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അല്ല കേട്ടോ. ഫോക്സ് വാഗൻ ആണ് ഹോൾഡിംഗ് കമ്പനി, ഓഡി സബ്സിഡറിയാണ്. പക്ഷെ ഓഡി ഹോൾഡിംഗ് കമ്പനിയും കൂടെയാ ലാംബോർഗിനിയുടെ. അപ്പൊ ലാംബോർഗിനി സബ്സിഡറിയാണ്. ലാംബോർഗിനിയും ഹോൾഡിംഗ് കമ്പനിയാണ്, ഡുക്കാറ്റി സബ്സിഡറി. ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. ഫോക്സ് വാഗനും ഓഡിയും യഥാർത്ഥത്തിൽ ജർമ്മൻ കമ്പനീസാ. ലാംബോർഗിനിയും ഡുക്കാറ്റിയും ഇറ്റാലിയൻ കമ്പനീസ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. ഫോക്സ് വാഗനെ വിളിക്കുന്നത് അൾട്ടിമേറ്റ് പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി. അൾട്ടിമേറ്റ്, ഏറ്റവും മുകളിലുള്ള പേരന്റ്, ഐ മീൻ ഹോൾഡിംഗ് കമ്പനി അല്ലെ പേരന്റ് കമ്പനി എന്ന് വിളിക്കും. ഓഡി സബ്സിഡറി യഥാർത്ഥത്തിൽ ലാംബോർഗിനി സബ്സിഡറിയാ, ഡുക്കാറ്റി സബ്സിഡറിയാ. ആരുടെ? ഫോക്സ് വാഗന്റെ. പക്ഷെ ഓഡിയുടെ സബ്സിഡറിയാണ് ലാംബോർഗിനിയും ഡുക്കാറ്റി. പക്ഷേ ലാംബോർഗിനിയുടെ സബ്സിഡറിയാണ് ഡുക്കാറ്റി. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായ കാര്യം എന്താ? നിങ്ങളെ സബ്സിഡറിയുടെ സബ്സിഡറി ആ റീസൺ കാരണം. മനസ്സിലായോ? ഇവിടെ എത്ര ലെയർ ഉണ്ട്? 1, 2, 3. ഇത് പറ്റുമോ? ഇന്ത്യയിൽ പറ്റത്തില്ല, പക്ഷെ ഇത് ജർമ്മൻ കമ്പനികളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ജർമ്മൻ കമ്പനീസ് ആക്ട് ഇതിന് പ്രശ്നമില്ല. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്. യെസ്, മനസ്സിലായോ? യെസ്. നോക്കണേ. ഔഡി AG. ജർമ്മനിയിൽ AG, SE, SG അങ്ങനെയൊക്കെയാ പറയുന്നത്. പ്രൈവറ്റ് പബ്ലിക് ഇല്ലേ, അതുപോലത്തെ ഒരു വാക്കുകൾ. അത് ജർമ്മൻ ആണ്. ആ വാക്ക് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഔഡി AG എന്താ കണ്ടോ? ടൈപ്പ് നോക്കിക്കേ, സബ്സിഡറി ആണെന്നാ പറയുന്നത്. അപ്പൊ പേരന്റ് ആരാ? അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആരാ? താഴെ പേരന്റ് ഫോക്സ് വാഗൻ കിടക്കുന്നുണ്ടോ? പേരന്റ് ഫോക്സ് വാഗൻ കിടക്കുന്നുണ്ടോ? അവർക്ക് വേറെ ഏതെങ്കിലും സബ്സിഡറീസ് ഉണ്ടോ? ഉണ്ട്, കണ്ടോ? ഡുക്കാറ്റി സബ്സിഡറിയാ, ലാംബോർഗിനി സബ്സിഡറിയാ. കണ്ടോ? ഞാൻ ലാംബോർഗിനി ക്ലിക്ക് ചെയ്യാൻ പോയാണേ. ഓട്ടോമൊബീലിയ ലാംബോർഗിനി SPA എന്ന് കണ്ടാൽ സംശയം വേണ്ട, ഇറ്റാലിയൻ കമ്പനിയാണ്. ഇറ്റാലിയൻ കമ്പനികളുടെ വാൽ എപ്പോഴും SPA എന്നായിരിക്കും. ഇന്ത്യൻ കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ്, വെറും ലിമിറ്റഡ്. ബ്രിട്ടീഷ് കമ്പനിയുടെ PLC എന്ന് പറയും, പബ്ലിക് കമ്പനിനെ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ആണെങ്കിൽ വെറും ലിമിറ്റഡ്. ഇന്ത്യയിലെ നേരെ ഓപ്പോസിറ്റ് ആണ്. അമേരിക്കൻ കമ്പനി ആണെങ്കിൽ .inc എന്ന് എഴുതും പേരിന്റെ കൂടെ വാല്. അപ്പൊ ഫേസ്ബുക്ക്, ആമസോൺ എല്ലാം .inc ആ. WWE.inc ആ. WWE അറിയാലോ, നമ്മൾ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ്. ദ കമ്പനി ഈസ് ഓൺഡ് ബൈ ദ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ത്രൂ ഇറ്റ്സ് സബ്സിഡറി ഓഡി. അപ്പം ഓഡി ലാംബോർഗിനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. ഓഡി സബ്സിഡറി ആണ് ആരുടെ? ഫോക്സ്വാഗന്റെ. ഇത് കണ്ടോ? സബ്സിഡറിയാ ലാംബോർഗിനി. പേരന്റ് ആരാ? ഓഡി എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ് പേരന്റ് ആരാ? ഫോക്സ്വാഗൻ. ഞാൻ ഡുക്കാറ്റിയിലോട്ട് കയറാൻ പോയാണ്. ഡുക്കാറ്റി SPA എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണത്? ഇറ്റാലിയൻ കമ്പനി. ദ കമ്പനി ഈസ് ഡയറക്ട്ലി ഓൺഡ് ബൈ ഇറ്റാലിയൻ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറർ ലാംബോർഗിനി. കണ്ടോ? അപ്പൊ ടൈപ്പ് എന്താ? സബ്സിഡറിയാ. ഹോൾഡിംഗ് കമ്പനി ആരാ? പേരന്റ് കമ്പനി ആരാ? ലാംബോർഗിനി. അണ്ടർസ്റ്റുഡ്? ഇനി വേറൊരു കാര്യം, ഫോക്സ്വാഗന്റെ കീഴിലാണ് മിക്ക കാർ കമ്പനികളും ഫോക്സ്വാഗന്റെ കീഴിലാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാണിച്ചു തരാം. കുറെ ഉണ്ട് വെച്ചിട്ടുണ്ടേ. ഫോക്സ്വാഗൻ ഗ്രൂപ്പ് എടുത്തിട്ട് എടുത്തു. ഓഡി, ബെന്റ്ലി, ബുഗാറ്റി, സുപ്ര, ജെറ്റ, ലാംബോർഗിനി, പോർഷ, ഫിയറ്റ്, സ്കോഡ, കുറെ
കുറെ കമ്പനീസ് ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ അണ്ടറുള്ള സ്കാനിയ, ഇതെല്ലാം ഫോക്സ് വാഗൻ ഗ്രൂപ്പാണ്. ഓക്കെ, ഫോക്സ് വാഗൻ വൺ ഓഫ് ദ വേൾഡ്സ് ബിഗസ്റ്റ് car manufacturing and even a car biggest companies in the world. Okay, വേറൊരു അമേരിക്കൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നൈക്കി, കോൺവേഴ്സ്. പണ്ട്, അതായത് ഒരു 2 വർഷം മുമ്പ്, അഡിഡാസിന്റെ സബ്സിഡറി ആയിരുന്നു റീബോക്ക്. ഇപ്പൊ റീബോക്കിനെ വിറ്റു, അവർ വേറൊരാൾക്ക് കൊടുത്തു. അങ്ങനെ സബ്സിഡറി ഒന്നുമല്ല ഇപ്പൊ, പക്ഷെ പണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നൈക്കിയുടെ കാണിച്ചു തരാം. നൈക്കിയുടെ മൂവി കണ്ടിരുന്നോ നിങ്ങൾ? മറ്റേ മൈക്കിൾ ജോർഡന്റെ ഒക്കെ ഉള്ള മൂവി കണ്ടിരുന്നോ? അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആ സമയത്ത് നൈക്കിയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിരുന്നു കോൺവേഴ്സ്. പിന്നെ നൈക്കി കയറി അങ്ങ് വലുതായി കോൺവേഴ്സിനെ അങ്ങ് മേടിച്ചു. വിക്കിപീഡിയ യെസ്, കണ്ടോ? Nike.inc എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു INC എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകോർപ്പറേറ്റഡ് എന്നാ. ആണോ? യെസ്, ഇവര് പബ്ലിക് കമ്പനിയാണ്. പിന്നെ ഇവർക്കൊരു സബ്സിഡറി ഉണ്ട്. സബ്സിഡറി കാണിച്ചു തരാം. സബ്സിഡറി കോൺവേഴ്സ്, കാണാവോ? സബ്സിഡറി കോൺവേഴ്സ്. ഞാൻ കോൺവേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. കോൺവേഴ്സിന്റെ മറ്റേ സ്നീക്കേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. സബ്സിഡറിയാ കോൺവേഴ്സ്. പേരന്റ് ആരാ? നൈക്കിയ. 2003 തൊട്ട് പേരന്റ് നൈക്കിയ. ഓക്കെ, 2003 തൊട്ട്. റീബോക്ക് ഇവിടെ കാണിച്ചിട്ട് ഞാൻ നിർത്താം. ജസ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. റീബോക്ക് ഇന്റർനാഷണൽ ലിമിറ്റഡ് അമേരിക്കൻ ഫുട്വെയർ ആണെന്നാ പറയുന്നത്. അഡിഡാസ് ആയിരുന്നു ഇടയ്ക്ക് വെച്ച് ഇവരുടെ ഹോൾഡിംഗ് കമ്പനി. പേരന്റ് അഡിഡാസ് എന്ന് വരെ ഉണ്ടായിരുന്നു? 2021 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒത്തന്റിക് ബ്രാൻഡ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ ഹോൾഡിംഗ് കമ്പനി. അപ്പൊ അഡിഡാസ് അവരുടെ ഷെയർ എല്ലാം വിറ്റ് വേറൊരാൾ കൊടുത്തു. അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് മനസ്സിലായോ? യെസ്. ഇന്ത്യയിൽ എത്ര ലെയേഴ്സേ പറ്റത്തുള്ളൂ? 2 ലെയറേ പറ്റത്തുള്ളൂ. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഇത് ഫൈനലിന്റെ പോർഷനിലുള്ള. ഓക്കെ, എക്സാമിനൊന്നും ചോദിക്കത്തില്ല. എല്ലാവർക്കും മനസ്സിലായോ? എന്നാ തീർന്നിട്ടില്ല, വേറെ ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിക്ക് വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി സബ്സിഡറി ആയിട്ടുണ്ട്. ഇസഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി സബ്സിഡറി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അവർക്ക് വൈ ലിമിറ്റഡ് സബ്സിഡറി ഉണ്ട്, ഇസഡ് ലിമിറ്റഡ് സബ്സിഡറി ഉണ്ട്. മനസ്സിലായോ? യെസ്, മനസ്സിലായോ? എ ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ഓക്കെ, എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൽ 60% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്യുന്നത്. എക്സ് ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിൽ 70% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്യുന്നത്. എക്സ് ലിമിറ്റഡ് എ ലിമിറ്റഡിൽ 20% ഹോൾഡ് ചെയ്യുന്നത്. വൈ ലിമിറ്റഡും 20%, ഇസഡ് ലിമിറ്റഡും 20%. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എ ലിമിറ്റഡിൽ എക്സും ഹോൾഡ് ചെയ്യുന്നുണ്ട്, വൈയും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇസഡും ഹോൾഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എക്സിന്റെ സബ്സിഡറീസ് ആരൊക്കെയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എക്സ് ഹോൾഡിംഗ് കമ്പനിയാണ്. എക്സിന്റെ സബ്സിഡറീസ് ആരൊക്കെയാ? വൈ എന്തായാലും ആണ്, ഇസഡ് എന്തായാലും ആണ്. കാര്യം നിങ്ങൾക്ക് അത് വ്യക്തമായി. 60% വോട്ടിംഗ് റൈറ്റ്, 70% വോട്ടിംഗ് റൈറ്റ് ആണ്. മോർ ദാൻ ഹാഫ് ഉണ്ട് 2 കമ്പനിയിലും. എന്റെ ചോദ്യം, എ ഒരു സബ്സിഡറി ആവുമോ? ആൻസർ ഇസ് യെസ്, ആകും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളാകുന്ന ഹോൾഡിംഗ് കമ്പനിയും നിങ്ങളുടെ സബ്സിഡറി കമ്പനികളും കൂടെ ചേർന്ന് വേറൊരു കമ്പനിയിൽ മോർ ദാൻ ഹാഫ് ഉണ്ടെങ്കിൽ ആ കമ്പനിയും സബ്സിഡറി ആവും എക്സിന്റെ ഇവിടെ. അപ്പൊ എയും എന്താ? സബ്സിഡറി ആണ് എക്സിന്റെ. കാര്യം എന്താ? എക്സ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി, ആ കമ്പനിയുടെ സബ്സിഡറീസ് ആയ വൈയും ഇസഡും കൂടെ ചേർന്ന് 20+20+20 60% ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് എ സബ്സിഡറി ആണ്, എക്സ് ലിമിറ്റഡ്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ?
മനസ്സിലാക്കാൻ എന്തെങ്കിലും പാടോ എന്തെങ്കിലും ഉണ്ടോ? യെസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ വല്ലതും ഉണ്ടോ? മനസ്സിലാക്കാൻ എന്തെങ്കിലും പാട്? മനസ്സിലാക്കാൻ എന്തെങ്കിലും പാട്? യെസ്, എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ ചേർന്ന മിണ്ടുന്നില്ല. മനസ്സിലായോ? യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിലേ ഈ ഡയഗ്രത്ത് നിങ്ങൾ കാണാലോ ഡയഗ്രം. ഞാൻ ഈ ഡയഗ്രം ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണേ. ഞാൻ ഈ ഡയഗ്രത്തിൽ എന്ത് മാറ്റം വരുത്താൻ പോവുകയാണെന്ന് വെച്ചാൽ, %70 ഇല്ലേ, അത് വെട്ടിയിട്ട് 40% ആക്കി. അപ്പൊ എക്സ് ലിമിറ്റഡ് ഇസഡ് ലിമിറ്റഡിൽ എത്ര വോട്ടിംഗ് റൈറ്റേ ഉള്ളൂ? 40%. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാ സബ്സിഡറീസ്? വൈ സബ്സിഡറിയാ. പിന്നെ വൈ സബ്സിഡറിയാ. പിന്നെ ആരൊക്കെയാ സബ്സിഡറി? വേറെ ആരും സബ്സിഡറീസ് ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ അപ്പൊ എ ലിമിറ്റഡോ? എ ലിമിറ്റഡിൽ എക്സ് ഡയറക്ട്ലി 20% ഹോൾഡ് ചെയ്യുന്നു, പ്ലസ് വൈ സബ്സിഡറി 20% ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ ഇസഡ് സബ്സിഡറി ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ 20% ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്രയേ ഉള്ളൂ? 40% ഉള്ളൂ. അപ്പൊ എന്താവത്തില്ല? ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ് വരില്ല. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ 60 വെട്ടി 50 ആക്കിയെന്ന് വിചാരിച്ചോ. അപ്പൊ എക്സ് വൈയിൽ ഹോൾഡ് ചെയ്യുന്നു വോട്ടിംഗ് റൈറ്റ് 50% ആണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് സബ്സിഡറീസ്? ആരൊക്കെയാണ് സബ്സിഡറീസ്? ആരുമില്ല സബ്സിഡറീസ്. ആരുടെ മേളിലും മോർ ദാൻ ഹാഫ് ഇല്ല. മനസ്സിലായോ? ഇവിടെ 50 ഉള്ളൂ, സബ്സിഡറി അല്ല. ഇവിടെ 40 ആണ്, സബ്സിഡറി അല്ല. എനകത്ത് എക്സിന്റെ 20 മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. സബ്സിഡറീസ് വൈയും സെറ്റും അല്ലാത്തത് കൊണ്ട് അവരുടെ ഈ 20 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൺലി 20% മാത്രം ഉള്ളത് കൊണ്ട് എയും സബ്സിഡറി അല്ല. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും ക്ലിയർ ആയോ? സബ്സിഡറി 2 clause 87. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 clause 87 ഉണ്ട്. ഒന്ന് കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിനുണ്ട്. Subsidiary 2 clause 87 or subsidiary company or subsidiary in relation to any other company, that is to say holding company means a company in which the holding company controls the composition of the board of directors. ഇത് ഞാൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതിയത്, കുഴപ്പമില്ല. സബ് ക്ലോസ് 1 ആയത് ഞാൻ 2 ആയിട്ട് എഴുതിയത്. രണ്ടാമത്തതോ എക്സസൈസസ് ഓർ കൺട്രോൾസ് more than one half 50% കറക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. more than one half of the total voting power either at its own, ഒന്നെങ്കിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ together with one or more of its subsidiary companies. എന്താ? ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ സബ്സിഡറി കമ്പനീസും കൂടെ ചേർത്ത് അവർ ഹോൾഡ് ചെയ്യുന്നത് മോർ ദാൻ വൺ ഹാഫ്. അതാണ് ഈ എക്സാമ്പിൾ. എക്സിന്റെ സബ്സിഡറീസ് ആണ് വൈയും സെറ്റും. എക്സും വൈയും സെറ്റും കൂടെ ചേർത്ത് എയിൽ 60% ഹോൾഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ വരച്ചത് അതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എയും സബ്സിഡറിയാ, എക്സിന്റെ സബ്സിഡറിയാ. മനസ്സിലായോ? എന്നിട്ട് എന്താ പറയുന്നത്? പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊവൈസോ, എക്സെപ്ഷൻ. പ്രൊവൈഡഡ് ദാറ്റ് സച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, അതൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ചില, ക്ലാസസ് പറഞ്ഞാൽ ചിലത് ഹോൾഡിംഗ് കമ്പനീസ് എന്ത് ചെയ്യരുത്? ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എടുക്കണമെന്ന്. ഷാൽ നോട്ട് ഹാവ് ലെയേഴ്സ് ഓഫ് സബ്സിഡറി ബിയോണ്ട് സച്ച് നമ്പേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പൊ ലെയേഴ്സിനെ പറ്റി പറയുന്നത് എവിടെയാ? റൂൾസിലാ. എത്ര ലെയർ? 2 layers. വേണമെങ്കിൽ ആ റൂൾ എടുത്ത് കാണിച്ചു തരാം. കമ്പനീസ് ആക്ടില് സെക്ഷൻ 2ന്റെ ക്ലോസ് 87 ആണ്. ക്ലോസ് 87
Clause 87. ദാ ഇതന്നെയല്ലേ? ദാ provided that such class or classes of holding companies as may prescribe shall not have layers beyond. ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. as may prescribe ക്ലിക്ക് ചെയ്യുമ്പോൾ റൂളിലോട്ട് നോക്കിക്കേ, റൂൾ നമ്പർ 2 ആണിത്. അതാണ് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 എന്ന് എഴുതി കാണിക്കുന്നതെല്ലാം റൂൾ 2. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതെല്ലാം സബ് റൂൾ ആണ് കേട്ടോ. അപ്പൊ റൂൾ സബ് റൂൾ ആണ്. സെക്ഷൻ സബ്സെക്ഷൻ എന്ന് പറയുന്ന പോലെ റൂൾസിനകത്ത് റൂൾ സബ് റൂൾ. അപ്പം റൂൾ 2 സബ് റൂൾ 1 on and from the date of commencement of these rules, no company other than a company belonging to a class specified in sub-rule 2 shall have more than 2 layers of subsidiaries. അതിന്റെ അർത്ഥം എന്താ? നോ കമ്പനി എന്നാ പറയുന്നത്. അപ്പൊ ഒരു കമ്പനി ചില പേർക്ക് പറ്റും, ചില ബാങ്കിങ് കമ്പനീസിനൊക്കെ പറ്റും കേട്ടോ, അത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ മിക്ക കമ്പനീസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, മോർ ദാൻ 2 ലെയേഴ്സിനെയും കാട്ടി സബ്സിഡറീസിന്റെ ഷെയർ ഹോൾഡിംഗ് ആകാൻ പറ്റത്തില്ല. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് സബ്സിഡറീസ് ആവാം? നമ്പർ ഓഫ് സബ്സിഡറീസ് ഒരു കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് സബ്സിഡറീസ് ആവാം? നമ്പർ ഓഫ് സബ്സിഡറീസ് ഒരു കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് സബ്സിഡറീസ് ആവാം? പെട്ടെന്ന് പറ, താമസിക്കാതെ പെട്ടെന്ന് പറ. രണ്ടല്ലേ ഒറ്റ ഇടിയാൻ വെച്ചത്, അത് ലെയറാ, അൺലിമിറ്റഡ് ആ. എത്ര സബ്സിഡറീസ് വേണമെങ്കിലും ആവാം, ചോദ്യം. അങ്ങനെ കുറെ സബ്സിഡറീസ് ഉള്ള കമ്പനീസ് ഉണ്ടോ? 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 ഞാൻ ഇനി കാണിക്കാൻ നോക്കണേ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സബ്സിഡറീസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കേ. എത്ര പേരുണ്ടെന്ന് നോക്കേ. ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ. റിലയൻസ് ഇൻഡസ്ട്രീസിനെ കിട്ടിയില്ല. തൽക്കാലം ITC വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ITC എന്ന് പറഞ്ഞാൽ ഏതാന്ന് മനസ്സിലായാലോ? ഇന്ത്യൻ ടൊബാക്കോ കോർപ്പറേഷൻ ലിമിറ്റഡ്. പഴയ ITC നമ്മളെ സൺഫീസ്റ്റ് അതൊക്കെ ഉണ്ടാക്കുന്ന ITCക്ക് എത്ര സബ്സിഡറീസ് ഉണ്ടെന്ന് നോക്കാം. ദാ ഒന്നാമത്തെ സബ്സിഡറി ITC ഇൻഫോടെക് ഇന്ത്യ ലിമിറ്റഡ്. രണ്ടാമത്തെ സബ്സിഡറി ITC ഇൻഫോടെക് USA ഇൻകോർപ്പറേറ്റഡ്. മൂന്നാമത്തെ സബ്സിഡറി ITC ഇൻഫോടെക് ലിമിറ്റഡ്. നാലാമത്തെ സബ്സിഡറി ഇന്ത്യ വെയ്റ്റ് INC, അത് അമേരിക്കൻ കമ്പനിയാണ്. അടുത്ത സബ്സിഡറി സൂര്യ നേപ്പാൾ പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തത് ടെക്നിക്കോ PTY എന്ന് പറഞ്ഞ പ്രൈവറ്റ് എന്നാണ്. ഇത് മറ്റേ തായ്ലൻഡ്, ഫിലിപ്പീൻസ് അവിടെയൊക്കെ PTY എന്നാ പറയുന്നത്. സിംഗപ്പൂർ അവിടെയൊക്കെ PTY എന്നാ പറയുന്നത്. ഓക്കെ. അടുത്തത് സിംഗപ്പൂരിൽ തന്നെയാണോ? ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല. ടെക്നിക്കോ അഗ്രി സയൻസ് ലിമിറ്റഡ്. അടുത്തത് ടെക്നിക്കോ ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റഡ്. അടുത്തത് ടെക്നിക്കോ ഏഷ്യ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തത് ടെക്നിക്കോ ഹോർട്ടിക്കൾച്ചർ കുന്നിംഗ് എവിടെയാ? വേറെ കുന്നിംഗ് നല്ല പേരാണല്ലോ, കുന്നിംഗ്. ശരി. അടുത്തത് ശ്രീനിവാസ റിസോർട്ട്സ് ലിമിറ്റഡ്. അടുത്തത് ഫോർച്യൂൺ പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡ്. അടുത്തത് ലാൻഡ് ബേസ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്തത് ബേ ഐലൻഡ് ഹോട്ടൽസ് ലിമിറ്റഡ്. അടുത്തത് വെൽക്കം ഹോട്ടൽസ് ലങ്ക പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തത് റസൽ ക്രെഡിറ്റ് ലിമിറ്റഡ്. അടുത്തത് ഗ്രീൻ ഏക്കർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്. അടുത്തത് വിംകോ ലിമിറ്റഡ്. അടുത്തത് ഗോൾഡ് പേ കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനെ കുറെ സബ്സിഡറീസ്. എത്രണ്ണം? 24 സബ്സിഡറീസ് ഉണ്ട്. താഴെ പറയുന്നത് ജോയിന്റ് വെഞ്ചേഴ്സ് ആണ്. ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. 24 സബ്സിഡറീസ് ഉണ്ട് നമ്മൾ ITCക്ക്. ടാറ്റയ്ക്ക് 100 കൂടുതലുണ്ട്, 150 എന്താണ്ട് ഉണ്ട് കേട്ടോ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 150 എന്താണ്ട് ഉണ്ട് കേട്ടോ. ഞാനത് എടുത്ത് കാണിച്ചു തരാം. യെസ് ITCക്ക് 24 സബ്സിഡറീസ് ഉണ്ട്. 24 ഇതൊക്കെ വലിയ നമ്പരാ. യെസ്, എല്ലാവർക്കും പറഞ്ഞത് PTO. യെസ്, ഈ ഫോം AOC 1 ഒരു ഫോമാ. അതിനകത്ത് സബ്സിഡറീസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ്. ഓക്കെ. നമുക്ക് റിലയൻസിന്റെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി തരാം. ഞാനത് പറഞ്ഞുതരാം. സബ്സിഡറീസിന്റെ ലിസ്റ്റ് എവിടെയാണ് കിടക്കുന്നത്.
AOC1 AOC1 വാ AOC1 വാ 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 ഓഹോ AOC1 ഇല്ലല്ലേ AOC2 ശരി റിലേറ്റഡ് പാർട്ടി എടുക്കും റിലേറ്റഡ് പാർട്ടി റിലേറ്റഡ് പാർട്ട് അടിച്ചാൽ വാ 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 ഇനി ഞാൻ പറഞ്ഞുതരാം ദാ ലിസ്റ്റ് ഓഫ് റിലേറ്റഡ് പാർട്ടീസ് എന്ത് അയ്യോ ലിസ്റ്റ് കാണിക്കൂ ഒരു സെക്കൻഡ് എന്ത് റിലേറ്റഡ് പാർട്ടി കാണിക്കൂ ഈ സബ്സിഡീസ് എല്ലാം റിലേറ്റഡ് പാർട്ടീസ് ആണ്. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റിലേറ്റഡ് പാർട്ടിയുടെ ഡിസ്ക്ലോഷേഴ്സ് വേണം. കേസ് പ്രകാരം കാണിക്കൂ റിലേറ്റഡ് പാർട്ടി കാണിക്കൂ ഡിസ്ക്ലോഷർ കാണിക്കൂ. അനക്സ്റ്റർ 1 കിട്ടി. ഇപ്പൊ കാണിച്ചു തരാം. അനക്സ്റ്റർ അത് ക്ലിക്ക് ചെയ്ത വരില്ല. അനക്സ്റ്റർ 1 ഒരു സെക്കൻഡ് ഇപ്പൊ കാണിച്ചു തരാം. ഇത്രയും പാർട്ടീസ് ആയിട്ടാണ് അവര് എല്ലാവരുടെയും പേര് പറയാനുള്ളതല്ലേ. കഷ്ടം. എന്നാലും പെട്ടെന്ന് വരാനുള്ളതാ. നാളെ കാണിച്ചു തരാം കേട്ടോ. നാളെ കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന സാധനം വരുന്നതാ. നാളെ കാണിച്ചു തരാം. എന്നാലും എനിക്ക് വിഷമമായി. ഞങ്ങള് പോയിട്ട് നാളെ വരാം. അത് പറയരുത്. ഞാനിപ്പോ കാണിച്ചു തരാം. ആനുവൽ റിട്ടേണിനകത്തുണ്ടാവും. ആനുവൽ റിട്ടേണിനകത്തുണ്ട്. എന്നോടാ കളി. ഓക്കെ, ഏതൊക്കെയാണ് സബ്സിഡീസ് നോക്കണേ. എത്ര എണ്ണം ഉണ്ടെന്ന്. 1, 2, 10, 11, 21, 99 സബ്സിഡീസ്. ഒരെണ്ണം കൂടെ ഒരു സബ്സിഡി ആക്കിക്കൂടായിരുന്നു. എന്ത് മോശമാണ് ഇതൊക്കെ. ഒരെണ്ണം കൂടെ ഒരു സബ്സിഡി ആക്കിക്കൂടായിരുന്നു. 100 തികച്ചുകൂടായിരുന്നു. കണ്ടോ, 99 സബ്സിഡറീസ് ഉണ്ട്. പണ്ട് അത് കൂടുതൽ ഉണ്ടായിരുന്നു. അതിനകത്തെ നീൽഗിരി സ്റ്റോഴ്സ് ലിമിറ്റഡ് ഒന്ന് ശ്രദ്ധിച്ചാ നമുക്കറിയാം. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും നീൽഗിരീസ് അല്ലെ. ഞാൻ വേറെ 2 തവണ കാണിച്ചു തരാം. റിലയൻസിന്റെ ജിയോ ലിമിറ്റഡ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ. അതല്ല, വേറെണ്ണം കാണിച്ചു തരാം. ദ ഹാംലീസ്. നിങ്ങള് ഹാംലീസിലൊക്കെ പോത്തില്ലേ? എവിടെയാ? ലുലു മോളിലൊക്കെ പോകുമ്പം ഹാംലീസിന്റെ ടോയ്സിന്റെ സ്റ്റോർ ഇല്ലേ? അത് സബ്സിഡറിയാ. ആരുടെ? റിലയൻസിന്റെ. 100% ഹോളി ഓൺഡ് സബ്സിഡറി. അത് നോക്കൂ. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്? ഇല്ല, വേറെ കാണിച്ചു തരാം. വേറെ എനിക്ക് ഇത്രേ അറിയുന്നതേ ഉള്ളൂ. പിന്നെ കുറെ ജോയിന്റ് വെഞ്ചേഴ്സും ഉണ്ട് കേട്ടോ. ബട്ട് 99 സബ്സിഡറീസ് ഉണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്. ഏറ്റവും കൂടുതൽ ടാറ്റയുടെ എടുത്ത് കാണിച്ചു തരാം. കുറച്ച് നാൾ കഴിയട്ടെ. ടാറ്റയുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? യെസ്. അപ്പൊ ഹോൾഡിംഗ് സബ്സിഡറി എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് എന്താ? ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനിഷൻ ആയിരുന്നു. യെസ് അല്ലേ? തിരിച്ച് ഡെഫിനിഷനിലോട്ട് വരാം. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാലേ, ചിലപ്പോ ഒരു സെക്ഷനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഇച്ചിരിയും കൂടെ വ്യക്തത വരുത്താൻ വേണ്ടി എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യും. അപ്പൊ എക്സ്പ്ലനേഷൻ എന്തിനാ ആഡ് ചെയ്യുന്നത്? വ്യക്തത കൂട്ടാൻ. സെക്ഷനിൽ പറയുന്ന കാര്യത്തിൽ വ്യക്തത കൂട്ടാൻ. അത് നിയമം എഴുതിയ ആൾക്കാർ തന്നെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ഈ എക്സ്പ്ലനേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇവിടെ വെച്ച് പറഞ്ഞത്. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്, a company shall be deemed to be a subsidiary company of the holding company even if the control referred to in subclauses 1 or subclause 2 is of another subsidiary company of the holding company. ഇതിന്റെ അർത്ഥം എന്താ? ഈ എക്സ്പ്ലനേഷന്റെ അർത്ഥം എന്താ? വായിച്ചു നോക്കില്ലാരും. വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ അർത്ഥം പറയും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാ, പക്ഷെ നിങ്ങൾ പറയാം ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ദി അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറി നിങ്ങളുടെ സബ്സിഡറി. അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ എഴുതിയതാ. ബേസിക്കലി അവർ ഉദ്ദേശിച്ചത് എന്താ?
നിങ്ങളൊരു ഹോൾഡിംഗ് കമ്പനി, നിങ്ങൾക്ക് ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്. നിങ്ങളുടെ സബ്സിഡറി കമ്പനിക്ക് വേറൊരു സബ്സിഡറി ഉണ്ട്. എന്നാൽ ആ സബ്സിഡറിയും നിങ്ങളുടെ സബ്സിഡറിയാ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും വലിയിരിക്കുന്ന ഹോൾഡിംഗ് കമ്പനിയുടെ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ബേസിക്കലി ഇതെന്താ? ഇതാണ് നിങ്ങളുടെ സബ്സിഡറി, നിങ്ങളുടെയും സബ്സിഡറി. നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറി, നിങ്ങളുടെയും സബ്സിഡറി. NS. അതാണ് ഇത്. നിങ്ങളുടെ സബ്സിഡറിയുടെ സബ്സിഡറി, നിങ്ങളുടെയും സബ്സിഡറി. ഇതാണത്. NS. ഈ രണ്ടാമത്തെ എന്താ? കൺട്രോളിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു കൺട്രോളിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം. അതിനെയാണ് കൺട്രോളിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ കോമ്പോസിഷൻ ഓഫ് എ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് shall be deemed to be controlled by another company if that other company, by exercise of some power exercisable by it at its discretion, can appoint or remove all or a majority of directors. Okay, idu nokkike, the expression company includes any body corporate എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കും. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, നമ്മളെ കമ്പനിയില്ലേ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, ഇതിന്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് ICAക്ക് ഷെയർ മേടിച്ച് ICAക്ക് ഹോൾഡിംഗ് കമ്പനി ആകാൻ പറ്റുമോ ഇല്ലയോ? ICA ഒരു കമ്പനി അല്ല, ബട്ട് ക്യാൻ ICI ബിക്കം എ ഹോൾഡിംഗ് കമ്പനി ഇസ് മൈ ക്വസ്റ്റ്യൻ. ICAക്ക് ഒരു ഹോൾഡിംഗ് കമ്പനി ആകാൻ പറ്റും? ICA ഒരു കമ്പനി അല്ല, ICA ഒരു ബോഡി കോർപ്പറേറ്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ICAക്ക് ഹോൾഡിംഗ് കമ്പനി ആകാൻ പറ്റും? ICA ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും? ICA കമ്പനി അല്ല, പക്ഷെ ICA ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമോ? ICA ഒരു കമ്പനി അല്ല, പക്ഷെ ICA ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും? ICA ഒരു കമ്പനി അല്ല, ICA ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റുമോ? 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 പറ്റുമോ ഗൈസ്? പെട്ടെന്ന് ആൻസർ പറയണം. പെട്ടെന്ന് ആൻസർ പറ. പെട്ടെന്ന് പറയടേ. ICA വിളിക്കാൻ പറ്റുമോ ഇല്ലയോ? വിളിക്കാൻ പറ്റുമെന്ന് വൈഷ്ണവി പറയുന്നു. യെസ് വൈഷ്ണവി, ഇറ്റ്സ് കറക്റ്റ്. വിളിക്കാൻ പറ്റും. കാര്യം എന്താ? ഇവിടെ സ്പെസിഫിക്കലി പറയുന്നു കമ്പനി എന്നുള്ള വാക്കിൽ ഇവിടെ ബോഡി കോർപ്പറേറ്റ് ഉണ്ട്. ബോഡി കോർപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അപ്പൊ ഒരു LLPക്കും വേണമെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആകാം, RBIക്ക് വേണമെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആകാം. പക്ഷെ RBI കമ്പനി അല്ല, LLPയും കമ്പനി അല്ല, എന്നാലും അവർക്ക് ഹോൾഡിംഗ് കമ്പനി ആകാം. എന്നാൽ യഥാർത്ഥത്തിൽ ICAക്ക് ഒരു സബ്സിഡറി ഉണ്ട്, ഹോൾഡി ഓൺഡ് സബ്സിഡറി. അതൊരു കമ്പനിയാണ്, IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഓഫ് ഇന്ത്യ. അതിന്റെ പേര് തന്നെ പറയാൻ പാടാ, ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഓഫ് ICI, അതായത് ICAയുടെ. ഇത് ഞാൻ കാണിച്ചു തരാം. ICAയുടെ ഹോൾഡി ഓൺഡ് സബ്സിഡറിയാ. ഇതൊരു സെക്ഷൻ 8 കമ്പനിയും കൂടിയാണ്. ICA സെക്ഷൻ 8 അല്ല, കാര്യം ICA കമ്പനി അല്ല. ഓക്കെ, നോക്കിക്കോ. ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഓഫ് ICI, a wholly owned subsidiary of the Institute of Chartered Accountants of India, is a Section 8 company promoted by ICI. അതിന്റെ അർത്ഥം ഈ IIITI ഇതൊരു സെക്ഷൻ 8 കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ICA ആണ്. പക്ഷെ ICA എന്തല്ല, വീണ്ടും ഞാൻ പറയാം, ICA കമ്പനി അല്ല. ICA ഒരു ബോഡി കോർപ്പറേറ്റ്, പക്ഷെ കമ്പനി അല്ല. അപ്പൊ ICAക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ അല്ലേ? അല്ലടേ, അല്ല. പക്ഷെ ഈ IIITIക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ? ആണടേ, കാര്യം അതൊരു കമ്പനിയാണ്, സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എല്ലാവർക്കും മനസ്സിലായോ? പക്ഷെ അതിനു മുമ്പ് ഈ ഹോൾഡി ഓൺഡ് കമ്പനി എന്താണെന്ന് അറിയാലോ? ഞാനിപ്പോ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹോൾഡി ഓൺഡ് എന്ന് പറഞ്ഞാൽ 100% ഓഫ് ദ വോട്ടിംഗ് റൈറ്റും ആരുടെ കയ്യിൽ ഇരിക്കുക? ഒരു കമ്പനിയുടെ കയ്യിൽ ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ നമ്മളുടെ കമ്പനിയുടെ 1,00,000 ഇക്വിറ്റി ഷെയർസും ഫുള്ളും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കയ്യിൽ ഇരിക്കുക, 100%. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് അതിനെ വെറും സബ്സിഡറി എന്ന് വിളിക്കത്തില്ല, ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് വിളിക്കും. മൊത്തത്തിൽ ഹോളി ഓൺഡ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് വിളിക്കും. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരും, സാറേ എല്ലാ ഷെയറും റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാത്രം ഒരു മെമ്പർ ആയി പോകത്തില്ലേ? അപ്പൊ ഈ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് ഒരു OPC പോലെയൊക്കെ ആവത്തില്ലേ? OPC ഒരിക്കലും ആവില്ല. കാര്യം എന്താ? ഇതൊരു പബ്ലിക് കമ്പനിയാണ്, പബ്ലിക് കമ്പനിക്ക് OPC ആവാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, നമ്മളെ കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും. നമ്മളെ കമ്പനിക്ക് ഒരു 10 പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ആ 10 പേരും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും 11 മെമ്പേഴ്സ് ആവും. മനസ്സിലായോ? മെമ്പർ ആകാൻ ഇക്വിറ്റി ഷെയർസ് തന്നെ മേടിക്കണമെന്ന് നിർബന്ധമില്ല, പ്രിഫറൻസ് ഷെയർ മേടിക്കാം. മനസ്സിലായോ? പക്ഷെ സാധാരണ രീതിയിൽ ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യുമെന്ന് അറിയോ? ഹോൾഡിംഗ് കമ്പനിയുടെ ഈ 1 ലക്ഷം ഷെയറിൽ 6 ഷെയർ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു, 6 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുത്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് X, Y, Z, A, B, C. അപ്പൊ Xും Yയും Zും Aയും Bയും Cക്കും ഓരോരോ ഷെയർ കൊടുത്തു. ഏത് കമ്പനിയുടെ? നമ്മളുടെ കമ്പനിയുടെ. ഏതാ? മറ്റേ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡിന്റെ. അപ്പൊ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡിൽ ഇപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ട്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു മെമ്പർ, X ഒരു മെമ്പർ, Y ഒരു മെമ്പർ, Z ഒരു മെമ്പർ, A ഒരു മെമ്പർ, B ഒരു മെമ്പർ, C ഒരു മെമ്പർ, അങ്ങനെ 6 മെമ്പേഴ്സ്, എല്ലാവരും കൂടെ ചേർത്ത് 7 മെമ്പേഴ്സ്. അപ്പൊ ഈ പബ്ലിക് കമ്പനിയുടെ ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മനസ്സിലായോ? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്തിനാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓരോരുത്തർക്ക് ഓരോരോ ഷെയർ വെച്ച് കൊടുത്തത്? ഇല്ലെങ്കിൽ ആ 7 എന്ന് പറയുന്ന ലിമിറ്റ് താഴെ പോവും, മിനിമം നമ്പർ ഡ്രോപ്പ് ആവും. ആ ഡ്രോപ്പ് ആവാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ എന്താവും? ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് ഹോളി ഓൺഡ് സബ്സിഡറി. കാര്യം 100% ഓഫ് വോട്ടിംഗ് റൈറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ നോക്കി സാറേ, ഈ ഓരോരോ ഷെയർ വെച്ച് പോയില്ലേ? അപ്പൊ 100% ഇല്ലല്ലോ. ഈ ഡയറക്ടേഴ്സ് ആ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തന്നെയാണ് ഈ 6 ഷെയറിന്റെയും വോട്ടിംഗ് റൈറ്റ് എക്സൈസ് ചെയ്യുന്നത്. അപ്പൊ 100% റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കയ്യിൽ തന്നെയാണ്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? എല്ലാവർക്കും ലോജിക്കും എല്ലാം പിടികിട്ടിയോ? പറയടേ. മനസ്സിലായെങ്കിൽ നമ്മൾ അടുത്തിലോട്ട് പോകുന്നത് അസോസിയേറ്റ് കമ്പനിയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് അസോസിയേറ്റ് കമ്പനി? വളരെ സിമ്പിൾ ആണ്. ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നു, പക്ഷേ മെജോറിറ്റി അല്ല, അറ്റ്ലീസ്റ്റ് 20%, പക്ഷെ 50 വരെ മാത്രം. 50യുടെ മേളിൽ പോയാൽ ഹോൾഡിംഗ് സബ്സിഡറി ആവും, പക്ഷെ 50 വരെ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് 20 up to 50. അതിനെയാണ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആണ് 20%, അറ്റ്ലീസ്റ്റ് 20%. അപ്പൊ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ 20% തൊട്ട് ഉള്ളതുകൊണ്ട് അഭിപ്രായം പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. 20% ഉള്ള ആളാണ് അഭിപ്രായം പറയുന്നത്. സിഗ്നിഫിക്കന്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ അധികാരമുള്ള ആളാ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ 20% ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ കംപ്ലീറ്റ് കൺട്രോൾ ഇല്ല. കാര്യം എന്താ? മോർ ദാൻ ഹാഫ് ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ വിളിക്കുന്ന കമ്പനികളെയാണ് അസോസിയേറ്റ് കമ്പനി. ഫോർ എക്സാമ്പിൾ, X ലിമിറ്റഡ് ഉണ്ട്, Y ലിമിറ്റഡ് ഉണ്ട്. X ലിമിറ്റഡ് Y ലിമിറ്റഡിൽ വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്യുന്നു എത്രയെന്ന് വെച്ചാൽ 30%. അങ്ങനെയാണെങ്കിൽ X ലിമിറ്റഡിന്റെ അസോസിയേറ്റ് ആണ് Y ലിമിറ്റഡ്. തിരിച്ചു പറയരുതേ, അങ്ങോട്ട് ഇങ്ങോട്ട് അസോസിയേറ്റ് അല്ല. X ലിമിറ്റഡ് അസോസിയേറ്റ് എന്ന് വിളിക്കുമ്പോൾ Y ലിമിറ്റഡ് O എന്ന് വിളി കേൾക്കും. Y ലിമിറ്റഡ് അസോസിയേറ്റ് എന്ന് വിളിക്കുമ്പോൾ X വിളി കേൾക്കില്ല. കാര്യം Yന്റെ അസോസിയേറ്റ് അല്ല X, Xന്റെ അസോസിയേറ്റ് ആണ് Y. മനസ്സിലായോ? കാര്യം എത്ര പെർസെന്റേജേ ഉള്ളൂ? 30%. മോർ ദാൻ ഹാഫ് ഇല്ല. പക്ഷെ 20 or more ഉണ്ട്. 20 or more ഉണ്ടെങ്കിൽ എന്താ അത്? അസോസിയേറ്റ്, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. മനസ്സിലായോ? ജോയിന്റ് വെഞ്ചർ ആണെങ്കിലും അസോസിയേറ്റ്സ്. മനസ്സിലായോ? ജോയിന്റ് വെഞ്ചർ എന്നാണ് പിന്നെ പറഞ്ഞുതരാം. എല്ലാവർക്കും അസോസിയേറ്റും മനസ്സിലായോ? അസോസിയേറ്റ് കമ്പനി 2 clause 6. എന്തുകൊണ്ടാ? A വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ വരുന്ന ഡെഫിനിഷനാണ് ദ അസോസിയേറ്റ് കമ്പനി. ഇൻ റിലേഷൻ ടു അനദർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദാറ്റ് അതർ കമ്പനി ഹാസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡറി. സബ്സിഡറി ആവരുത്. മോർ ദാൻ 50യുടെ മേളിൽ പോരുത്, മോർ ദാൻ ഹാഫിന്റെ മേളിൽ പോരുത്.
ഇവിടെ explanation. The expression significant influence means control of at least 20% of total voting power. മനസ്സിലായോ? ജോയിന്റ് വെഞ്ചർ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും മനസ്സിലായോ? ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ വേറെ ചില കാര്യങ്ങളും പറയുന്നു, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലായോ? അസോസിയേറ്റിംഗ് കമ്പനി മനസ്സിലായോ? യെസ്, അസോസിയേറ്റ് കമ്പനി മനസ്സിലായോ? എന്നാലേ പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷനിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ ബാക്കിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, എ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി. എക്സ് ലിമിറ്റഡ് എ ലിമിറ്റഡിൽ 70% ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ എക്സ് ലിമിറ്റഡ് എന്താവും? ഹോൾഡിങ്ങും. എ പ്രൈവറ്റ് ലിമിറ്റഡ് എന്താവും? സബ്സിഡറി. മനസ്സിലായോ? എക്സ് ലിമിറ്റഡ് എ പ്രൈവറ്റ് ലിമിറ്റഡിൽ 70% ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ എക്സ് ലിമിറ്റഡ് എന്താവും? ഹോൾഡിങ്ങും. എ പ്രൈവറ്റ് ലിമിറ്റഡ് എന്താവും? സബ്സിഡറി. ആണോ? ഇവിടെ ഹോൾഡിംഗ് ഒരു പബ്ലിക് കമ്പനി, സബ്സിഡറി ഒരു പ്രൈവറ്റ് കമ്പനി ആണല്ലോ. എന്നാൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അതായത് ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ഒരു പ്രൈവറ്റ് ഉണ്ട്, എന്നാൽ ആ പ്രൈവറ്റിനെയും എന്തായിട്ട് കാണുമെന്നറിയോ? ഡീംഡ് പബ്ലിക് കമ്പനി ആയിട്ട് കാണും. അപ്പൊ ഒരു പബ്ലിക് കമ്പനിക്ക് ബാധകമായിട്ടുള്ള എല്ലാ നിയമത്തിന്റെ കംപ്ലയൻസും പ്രൈവറ്റ് കമ്പനി ആകുന്ന ഈ കമ്പനിക്കും ആപ്ലിക്കബിൾ ആവും എന്ന് ഡെഫിനിഷൻ ഇല്ലേ, പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷൻ അതിനകത്ത് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഡീംഡ് പബ്ലിക് കമ്പനിയാണ്. സെക്ഷൻ 2(71) അത് പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു പബ്ലിക് കമ്പനി ആകുമ്പോൾ കുറെ എക്സ്ട്രാ നിയമങ്ങൾ അനുസരിക്കണം, എക്സെപ്ഷൻസ് ഒന്നുമില്ല, എല്ലാം അനുസരിക്കണം. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ആൾക്കാരുടെ നിന്ന് പൈസ ഒന്നും എടുക്കാത്ത കമ്പനി, അപ്പൊ അവര് അധികം നിയമങ്ങളൊന്നും അനുസരിക്കണം കമ്പനീസ് ആക്ടിന്റെ. പക്ഷെ ഇവിടെ ഈ എ പ്രൈവറ്റ് ലിമിറ്റഡ് ഇല്ലേ, ഇതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും ഇതൊരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയതുകൊണ്ട് ഇതിനെയും ഒരു പബ്ലിക് കമ്പനിയെ പോലെ കരുതും. അപ്പൊ ഇതിന് എന്തില്ല? എക്സെപ്ഷൻസ് ഒന്നുമില്ല. കുറെ നിയമങ്ങൾ, ഒരു പബ്ലിക് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇവരും അനുസരിക്കണം. മനസ്സിലായോ? ദാ പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷൻ ആണേ, കാണാം. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊവൈഡഡ് കിടക്കുന്നുണ്ടോ? പ്രൊവൈഡഡ് ദാറ്റ് എ കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി. നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? പബ്ലിക്. അപ്പൊ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറിയാണ് നിങ്ങൾ. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ സബ്സിഡറിയാ. എന്നാൽ നിങ്ങൾ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആണെങ്കിൽ യു വിൽ ഷാൽ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി ഫോർ ദ പർപ്പസസ് ഓഫ് ദിസ് ആക്ട്, ഈവൻ വേർ സച്ച് സബ്സിഡറി കമ്പനി കണ്ടിന്യൂസ് ടു ബി എ പ്രൈവറ്റ് കമ്പനി ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ 2 റെസ്ട്രിക്ഷനും പ്രൊഹിബിഷനും ഉണ്ട്. എന്നാൽ പോലും നിങ്ങളൊരു ഡീംഡ് പബ്ലിക് കമ്പനി പോലെയാ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും നിങ്ങളൊരു പബ്ലിക് കമ്പനി പോലെയാ. എന്തുകൊണ്ടാ? നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് ആയതുകൊണ്ട്. പറഞ്ഞു കിട്ടിയോ? അങ്ങനെയാണെങ്കിലേ നേരെ തിരിച്ചാണെങ്കിലും ബി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഇസഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ട്. ബി പ്രൈവറ്റ് ലിമിറ്റഡ് ഇസഡിന്റെ 70% ഓഫ് വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ബി പ്രൈവറ്റ് ലിമിറ്റഡ് ഹോൾഡിംഗും ഇസഡ് സബ്സിഡറി. ചോദ്യം, ഇസഡ് ലിമിറ്റഡിനെ പബ്ലിക് കമ്പനി എന്ന് വിളിക്കോ അതോ പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കോ? എന്ത് വിളിക്കും? അത് പബ്ലിക് കമ്പനി തന്നെയാ, അതിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? ഇതൊരു പബ്ലിക് കമ്പനി തന്നെയാ. അപ്പൊ ബിയും പ്രൈവറ്റ് കമ്പനി തന്നെ. ഇതിനൊരു പ്രശ്നമില്ല. നേരത്തതുപോലെ വന്നാൽ, അതായത് ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ഒരു പ്രൈവറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനി ആകുന്ന സബ്സിഡറി ഒരു പബ്ലിക് കമ്പനി പോലെ. ഇങ്ങനെ വന്നാൽ കുഴപ്പമില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡറി ഒരു പബ്ലിക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? എന്നാലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ ടാറ്റയില്ലേ, ടാറ്റയുടെ അൾട്ടിമേറ്റ് പേരന്റ് ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. എവരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്? ഏറ്റവും മേളിൽ ഇരിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അത് പണ്ട് പബ്ലിക് ആയിരുന്നു. ഈ ടാറ്റയിലെ രത്തൻ ടാറ്റയില്ലേ, അദ്ദേഹവും പിന്നെ മരിച്ചുപോയ സൈറസ് മിസ്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവര് തമ്മിൽ കിടന്ന് അടികൂടാൻ തുടങ്ങി. ഞാൻ ഫൈനലിന്റെ ക്ലാസ് ജസ്റ്റ് ജോയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു, 2016-17 ആ സമയത്തായിരുന്നു ഈ അടി നടക്കുന്നത്.
സൈറസ് മിസ്ത്രി മരിച്ചുപോയി, ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയി, ഈ ഇടയ്ക്കാണ് മരിച്ചുപോയത്. അങ്ങനെ ഈ കമ്പനി പബ്ലിക്കിൽ നിന്നൊക്കെ പ്രൈവറ്റ് ആയി. പബ്ലിക് ആയിരുന്നെങ്കിൽ ടാറ്റയുടെ ഫുൾ കൺസോൾട്ടേറ്റഡ് ഫുൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ കാണാൻ ഇച്ചിരി പാടാം. പണ്ട് വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റുമായിരുന്നു, ഇപ്പൊ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റില്ല. ROCയുടെ വെബ്സൈറ്റിൽ കയറി പൈസ കൊടുത്ത് മേടിക്കണം. കാര്യം ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റ് അല്ല. അതൊക്കെ എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ്. ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പൊ അവരുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പേര്, അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ പേര്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ടാറ്റ ഗ്രൂപ്പ് ഫുൾ എവരുടെ ഇല്ല. ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് ദ പേരന്റ് കമ്പനി ഓഫ് ദ ടാറ്റ ഗ്രൂപ്പ്. കണ്ടോ? ആൻഡ് ഹോൾഡ്സ് ദ ബൾക്ക് ഓഫ് ഷെയർ ഹോൾഡിംഗ് ഇൻ ദ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറെ കമ്പനീസ് ഉണ്ട് കേട്ടോ. ഇതാണ് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ടാറ്റ പ്രൈവറ്റ്, ഓക്കെ, അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാ. എത്ര പേരാ? 1, 2, 3, 4, 5, 6, 7, 8 വരെയുള്ളൂ ഡയറക്ടേഴ്സ്. അതിൽ ചിലവര് എക്സിക്യൂട്ടീവും ചിലവര് നോൺ എക്സിക്യൂട്ടീവാണ്. നോൺ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇദ്ദേഹം ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ഇദ്ദേഹം ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് ഇദ്ദേഹം ഉണ്ട്, ചെയർമാൻ ആയിട്ട് ഈ നട്ടരാജൻ ചന്ദ്രശേഖരൻ. ഓക്കെ, ഇവിടെ ഞാൻ സൈറസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ സൈറസ് മിസ്ത്രിയൊക്കെ പലോഞ്ചി ഷപ്പോർജിയുടെ മകനാണ് സൈറസ് മിസ്ത്രി. സൈറസ് മിസ്ത്രി മരിച്ചു. ശരി, പോട്ടെ. ഇവർക്ക് ഏതൊക്കെ കമ്പനി കണ്ടോ? കൺവേർഷൻ ഇവിടെ താഴെ കിടത്തിരിക്കുന്നുണ്ടോ? കൺവേർഷൻ ടു പ്രൈവറ്റ് ലിമിറ്റഡ്, കൺവേർഷൻ ടു പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇന്റേണൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഒരു അടിയിട്ട് റത്തൻ ടാറ്റയും സൈറസ് മിസ്ത്രിയൊക്കെ അടിയിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, കണ്ട 2017 ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. ടാറ്റ ഗ്രൂപ്പാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. അതൊരു കൺഗ്ലോമറേറ്റ് ആണ്. കൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പല വിവിധ ബിസിനസ് ചെയ്യുന്ന കമ്പനി. കുറെ കമ്പനീസ് ഉണ്ട് അവരുടെ കീഴിൽ. JRD ടാറ്റ, ജംഷെഡ്, കുറെ കമ്പനീസ് ഉണ്ട്. ഇതിനകത്ത് TCS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാറ്റ എലക്സി കേട്ടിട്ടുണ്ടാവും, ടാറ്റ സ്റ്റീൽ കേട്ടിട്ടുണ്ടാവും, ടാറ്റ പവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ടാറ്റ മോട്ടോഴ്സ് കേട്ടിട്ടുണ്ടാവും. അവരുടെ സബ്സിഡറിയാണ് ജാഗ്വാർ ലാൻഡ് റോവർ. ഈ ജാഗ്വാർ ലാൻഡ് റോവർ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അതുകൊണ്ടാണ് ജാഗ്വാർ ലാൻഡ് റോവർ PLC എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കമ്പനീസ് എല്ലാം PLC ആണ്, പബ്ലിക് ലിമിറ്റഡ്. കണ്ടോ? PLC എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ബ്രിട്ടീഷാ, UK ആ. ഓക്കെ, പിന്നെ ഏതുണ്ട്? ടാറ്റ കെമിക്കൽസ്, വോൾട്ടാസ്, ടൈറ്റൻ, ട്രെൻഡ്, വെസ്റ്റ്സൈഡും സുഡിയോയും, ഇത് രണ്ടും ടാറ്റയുടെ. ടാറ്റ AIG കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി, അത് ടാറ്റ ഹോട്ടൽസ് ഒക്കെ ഇല്ലേ, താജ് അത്. എയർ ഇന്ത്യനെ അവർ മേടിച്ച് സബ്സിഡറി ആക്കി. വിസ്താര കേട്ടിട്ടുണ്ടാവും, ടാറ്റ പ്ലേ കേട്ടിട്ടുണ്ടാവും. പിന്നെ വേറെ കുറെ ഉണ്ടോ, വേറെ കുറെ. ടാറ്റ ക്ലിക്ക് വെബ്സൈറ്റ് ഉണ്ട്, ടാറ്റ ക്ലിക്കിന്റെ. പിന്നെ കുറെ ഉണ്ട്, ടാറ്റയ്ക്ക് കുറെ ഉണ്ട്. ഓക്കെ, സുഡിയോ കിടക്കുന്നുണ്ടോ? സുഡിയോ. ശരി, ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇന്ന് ടാറ്റയിൽ അവസാനിപ്പിക്കാം. ഓക്കെ, ടാറ്റ ഗൈസ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. ഇതും ഫ്രീ സെഷൻ ആണ്. ടാറ്റ ഗൈസ്, ടാറ്റ. നാളെ കാണാം. ബൈ. നാളെ 6 മണിക്കൂർ സെഷൻ ആണ്. ടാറ്റ. താങ്ക് യു. ടാറ്റ. താങ്ക് യു. ടാറ്റ ഗൈസ്.